ഗുഡ് മോർണിംഗ് എല്ലാ പ്രേക്ഷകർക്കും മോർണിംഗ് വൈബ്സിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 28 ചൊവ്വാഴ്ച. ഞാൻ എൽദോപ്പോൾ പുതുശ്ശേരി. രാവിലെ മഴയുണ്ട്. അപ്പോൾ മഴ അത് വീണ്ടും ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു സംസ്ഥാനത്ത് എല്ലായിടത്തും തന്നെ അത്യാവശ്യം മഴയുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ എല്ലാവരും അറിയിക്കുക. യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ കമൻറ്റ് ചെയ്യണം. മഴയുടെ കാര്യങ്ങൾ മറ്റു വിശേഷങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാം, പങ്കുവെക്കാം. അപ്പോൾ ഈ രാവിലെ തന്നെ നമ്മൾ ഈ ന്യൂസ് റൂമിലേക്ക് എത്തിയപ്പോൾ തന്നെ ഒരുപാട് വാർത്തകൾ നമ്മൾ കണ്ടു. അതിൽ ഇപ്പോൾ വന്നൊരു വാർത്ത ഏറ്റവും പ്രധാനം, ഈ ഗുണ്ടാ നേതാവിൻ്റെ വീട്ടിൽ വിരുന്നിന് പോയ നമ്മുടെ DYSP ഉണ്ടല്ലോ സാബു, അദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഗുരുതരമായിട്ടുള്ള അച്ചടക്ക നടപടി, അത് അച്ചടക്ക ലംഘനം, പോലീസിൻ്റെ നല്ല ഫ്രെയിമിന് കളങ്കം സംഭവിച്ചു എന്നുള്ളതാണ് അതിൽ പ്രധാനമായും പറയുന്നത്. അങ്ങനെ മറ്റ് പോലീസുകാർക്ക് ഒപ്പം ഉണ്ടായിരുന്ന മറ്റ് പോലീസുകാർക്കെതിരെയും അച്ചടക്ക നടപടി ഉണ്ടാകും. എന്താണെങ്കിലും സാബുവിനെ സസ്പെൻഡ് ചെയ്തു. DYSP സാബുവിനെ, ഈ തമ്മനം ഫൈസൽ എന്ന ഗുണ്ടാ നേതാവിൻ്റെ വീട്ടിലെത്തിയ DYSPക്ക് എന്താണെങ്കിലും വിരമിക്കാൻ 3 ദിവസം ബാക്കി നിൽക്കുകയാണ് അത്തരമൊരു വിരുന്നിന് പോയത് എന്നുള്ളതാണ് ഏറ്റവും കൗതുകരമായിട്ടുള്ള കാര്യം. ഇനി മറ്റൊന്ന്, ഈ തൃശ്ശൂർ പെരിഞ്ഞനത്ത് ഭക്ഷ്യവിഷബാധയേറ്റ് കുഴിമന്തി കഴിച്ചതാണ്. അവിടെ ചികിത്സയിലായിരുന്നു ഒരുപാട് പേർക്ക് ഭക്ഷ്യവിഷബാധയേറ്റിരുന്നു. അതിൽ ഒരാൾ മരിച്ചു എന്നുള്ളതാണ്. അങ്ങനെ ഒരുപാട് വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. കാലവർഷം അത് കടുക്കും, ഗംഭീരമായിട്ടുള്ള മഴ വരുമെന്നുള്ളതാണ്. 100% ഏറെ മഴ ഉണ്ടാകുമെന്നുള്ളതൊക്കെയാണ് കാലാവസ്ഥാ പ്രവചനം. അപ്പോൾ ഈ വർത്തമാനത്തിലേക്കൊക്കെ നമുക്ക് വിശദമായി എത്താം. ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു മോർണിംഗ് വെബ്സിലേക്ക്. നമ്മൾ നേരെ പോവുകയാണ് തൃശ്ശൂരിലേക്ക്. തൃശ്ശൂരിൽ ഈ ഭക്ഷ്യവിഷബാധയേറ്റ് മരണം സംഭവിച്ചു. പെരഞ്ഞനത്ത് കുഴിമന്തി കഴിച്ച് ചികിത്സയിലായിരുന്ന സ്ത്രീയാണ് മരിച്ചത്. പെരഞ്ഞനം കുറ്റിക്കടവ് സ്വദേശി ഉസൈബയ്ക്ക് ഇന്ന് പുലർച്ചെയാണ് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ വെച്ച് ജീവൻ നഷ്ടമായ വിവരങ്ങളുമായി നവമി ചേരുന്നുണ്ട്. നവമി, ഈ കഴിഞ്ഞ ദിവസം തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു ഈ ഒരു വാർത്ത. നിരവധി പേർക്ക് കുഴിമന്തി കഴിച്ച് ഭക്ഷ്യവിഷബാധയേറ്റു. കുഴിമന്തി അല്ല, അത് മയണൈസ് ആണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത് എപ്പോഴായിരുന്നു മരണം? അങ്ങനെ ഒരു മരണത്തിലേക്ക് നയിക്കാൻ പാകത്തിന് ഗുരുതരാവസ്ഥയിലായിരുന്നു അവർ. കുഴിമന്തി കഴിച്ചത് തന്നെയാണോ മരണ കാരണമെന്ന് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. ഏതായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമേ അറിയാൻ സാധിക്കൂ മരണകാരണം ഈ കുഴിമന്തിയോ അല്ലെങ്കിൽ മയോണൈസോ കഴിച്ചതാണെന്ന്. എന്തായാലും ശനിയാഴ്ചയായിരുന്നു ഈ സംഭവം ഉണ്ടായത്. സെയിൻ ഹോട്ടൽ, പെരിഞ്ഞനത്ത് തന്നെയുള്ള സെയിൻ ഹോട്ടലിൽ നിന്നും കുഴിമന്തി കഴിച്ച് 178ഓളം പേര് വിവിധ ആശുപത്രികളിൽ ചികിത്സയായിരുന്നു. അതിൽ ഈ ഹുസൈബയും ഹുസൈബയുടെ സഹോദരിയുടെ 2 മക്കൾ, ഇവർ വീട്ടിലേക്ക് പാഴ്സൽ വാങ്ങിയതായിരുന്നു. ഭക്ഷണം കഴിച്ച്, അതായത് ശനിയാഴ്ച രാത്രിയാണ് ഇവർ ഈ പാഴ്സൽ സെയിൻ ഹോട്ടലിൽ നിന്നും വാങ്ങിയത്. പിറ്റേ ദിവസം ഞായറാഴ്ച സഹോദരിക്കും സഹോദരിയുടെ 2 മക്കൾക്കും മറ്റ് അസ്വസ്ഥതകൾ ഉണ്ടായതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപ്പോൾ തന്നെ ഇത് ഫുഡ് പോയിസൺ ആണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. പക്ഷേ ഹുസൈബയ്ക്ക് ആ സമയത്ത്, അതായത് ഞായറാഴ്ച, വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്നലെ രാവിലെ ആയപ്പോഴാണ് ഹുസൈബയ്ക്കും ഇതുപോലെ വയറിളക്കവും ഛർദിലും അടക്കമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും കുഴഞ്ഞു വീഴുന്ന ഒരു അവസ്ഥയിലേക്ക് പോവുകയും ചെയ്തത്. പിന്നീട് അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ അടുത്തുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ കൊണ്ടുപോയി അവിടെ നിന്ന് താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരുന്നു. പക്ഷേ ഇന്നലെ വൈകിട്ടോടെ സ്ഥിതി അല്പം രൂക്ഷമായതിനെ തുടർന്നാണ് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയത്. അവിടെ എത്തി ഇന്ന് പുലർച്ചെ 3 മണിയോടെയാണ് ഹുസൈബയുടെ മരണം സ്ഥിരീകരിക്കുന്നത്. എന്തായാലും 178ഓളം പേർക്ക് വിവിധ ആശുപത്രികൾ ചികിത്സയിലുള്ളതിനിടയിലാണ് ഹുസൈബ ഇന്ന് പുലർച്ചെ 3 മണിക്ക് മരിച്ചിരിക്കുന്നത്. എന്തായാലും ഈ സെയിൻ ഹോട്ടലിൽ നിന്നും ആഹാരം കഴിച്ചതാണ് ഇത്തരത്തിലൊരു മരണ കാരണം എന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി വന്നതിന് ശേഷം മാത്രമേ ഇതിൽ നമുക്കൊരു സ്ഥിരീകരിച്ചിട്ടുള്ളൊരു വിവരം അറിയിക്കാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ഈ സംഭവം നടന്ന സമയത്ത് തന്നെ, അതായത് ശനിയാഴ്ച ആഹാരം കഴിച്ചവർ പിറ്റേ ദിവസം ഞായറാഴ്ച വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയപ്പോൾ തന്നെ ഫുഡ് ആൻഡ് സേഫ്റ്റി വകുപ്പും ആരോഗ്യ വകുപ്പും എല്ലാം ഹോട്ടലിലെത്തി പരിശോധന നടത്തുകയും പിന്നീട് ഈ ഹോട്ടൽ അടച്ചുപൂട്ടുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ ഹോട്ടൽ ഉടമയ്ക്കെതിരെയും കേസെടുത്തിരിക്കുകയാണ് പോലീസ്. എന്തായാലും മരണം കൂടി സ്ഥിരീകരിച്ച സ്ഥിതിക്ക് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി പുറത്തു വന്നതിന് ശേഷം ഈ കട ഉടമയ്ക്കെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തി കേസെടുക്കാൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം. എന്തായാലും വളരെ ദാരുണമായൊരു സംഭവമായിരുന്നു സംഭവിച്ചിരിക്കുന്നത്. ശനിയാഴ്ചയാണ് ഈ ഹോട്ടലിൽ നിന്നും വീട്ടിലേക്ക് പാഴ്സൽ വാങ്ങിയത്. അതിനുശേഷമാണ് ഇത്തരത്തിൽ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ഹുസൈബയെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയും പിന്നീട് ഇന്ന് പുലർച്ചെ 3 മണിക്ക് മരിക്കുകയും ചെയ്തത്.
നവമി, 100-ലേറെ പേർക്ക് ഇത്തരത്തിൽ ഭക്ഷ്യവിഷബാധ ഏറ്റു എന്നുള്ള റിപ്പോർട്ടുകളാണ് ആദ്യം വന്നത്. ഈ ഹോട്ടലിൽ തന്നെ ഈ കുഴിമന്തിയോ മയണൈസോ കഴിച്ചാന്ന് തോന്നുന്നു. അപ്പോൾ അവരുടെയൊക്കെ ഈ ആരോഗ്യനിലയിൽ തൃപ്തികരമല്ലേ? വേറെ മറ്റ് ഗുരുതരമായിട്ടുള്ള സാഹചര്യമൊന്നുമില്ല എന്ന് തന്നെയല്ലേ ലഭ്യമാകുന്ന വിവരം? അറിയാൻ സാധിക്കുന്നത് 178 പേരാണ് ഈ സെയിൻ ഹോട്ടലിൽ നിന്നും ആഹാരം കഴിച്ചതിനെ തുടർന്ന് ആശുപത്രികളിൽ ചികിത്സയിലായിരിക്കുന്നത്. കൊടുങ്ങല്ലൂർ, ഇരിങ്ങാലക്കുട, പെരിങ്ങനം എന്നിവിടങ്ങളിലെ സ്വകാര്യ സർക്കാർ ആശുപത്രികളിലൊക്കെയാണ് ഇവർ ഇപ്പോൾ ചികിത്സ തേടിയിരിക്കുന്നത്. പക്ഷേ ഇവർക്കാർക്കും മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഈ ഉസൈബ ആയിക്കോട്ടെ 56 വയസ്സുള്ള വയോധികയാണ്. മറ്റ് ശാരീരിക അസ്വസ്ഥതകൾ കൂടിയുള്ള ഒരു വ്യക്തി ആയതിനാൽ ചിലപ്പോൾ അതും കൂടി ആയിരിക്കും ഈ ഒരു ഭക്ഷ്യവിഷബാധയും കൂടി ചെന്നപ്പോഴായിരിക്കും ഇത്തരത്തിലൊരു മരണത്തിലേക്ക് നയിച്ചതെന്നുള്ളൊരു വിവരമാണ് ആശുപത്രിയിൽ നിന്നും ലഭിക്കുന്നത്. എന്തായാലും 158 പേരായിരുന്നു അന്ന് ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ചതിനെ തുടർന്ന് ആശുപത്രികളിൽ ചികിത്സ തേടിയത്. എന്തായാലും മറ്റുള്ളവരുടെ സ്ഥിതി മെച്ചപ്പെട്ടു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഉസൈബയുടെ സഹോദരിക്കും 2 മക്കൾക്കും ഇതുപോലെ ഭക്ഷ്യവിഷബാധ ഏറ്റിരുന്നു. അവരുടെ ആരോഗ്യ നിലയിൽ തൃപ്തികരമാണെന്നും ആശുപത്രിയിൽ നിന്നും അറിയുന്നുണ്ട്. എന്തായാലും വരും മണിക്കൂറിൽ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും. ഒറ്റയ്ക്കൊരു കാര്യം കൂടി നവമി, ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ചോദിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കൊച്ചിയിലൊക്കെ വലിയ തോതിൽ ഈ ഷവർമ വിൽക്കുന്ന കടകളിൽ റെയ്ഡ് നടത്തിയിരുന്നു. അതിൻ്റെ പല ഹോട്ടലുകൾക്ക്, പല ഷവർമ സെൻറ്ററുകൾക്കും നോട്ടീസ് നൽകി, ചിലത് പൂട്ടിക്കുകയൊക്കെ ഉണ്ടായി. അപ്പോൾ ഈ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഇതിൽ ഒരു പരിശോധനയൊക്കെ നടത്തിയിരുന്നു. കാരണം നമുക്കറിയാം, നേരത്തെ കൊച്ചിയിൽ സമാനമായിട്ടൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഷവർമയിൽ നിന്നാണ് എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ഈ പരിശോധനകളൊക്കെ കൃത്യമായി നടക്കുന്നുണ്ടോ? ഇടയ്ക്ക് ഒരു പരിശോധന നടക്കും, പിന്നെ ലാഘവത്തോടുകൂടി അതിനെ വിട്ടുകളയും. പിന്നീട് വീണ്ടും ഒരു അപകടമോ ഒരു എന്തെങ്കിലും ഭക്ഷ്യവിഷബാധയൊക്കെ ഉണ്ടാകുമ്പോഴാണ് വീണ്ടും പരിശോധനയൊക്കെ വരുന്നത്. അപ്പോൾ കൃത്യമായ നടപടിയിലേക്ക് ഒരു പരിശോധനയൊക്കെ വളരെ കൃത്യമായി നടക്കുന്നുണ്ടോ എന്നുള്ള വിവരം എന്തെങ്കിലും ലഭ്യമാണോ? എൽദോ, ഈ ചോദ്യത്തിന് എനിക്ക് ഉത്തരം പറയുക അല്പം ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമുക്കറിയാം, ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ മാത്രമായിരിക്കും ഏതൊരു വകുപ്പും അത് കുറച്ച് അതിലിടപെട്ട് അല്ലെങ്കിൽ ഒരു 2-3 ദിവസം അടുപ്പിച്ചിട്ടുള്ള ഒരു പരിശോധനയും കട അടച്ചു പൂട്ടലും അല്ലെങ്കിൽ നോട്ടീസ് അയക്കലും കട ഉടമകൾക്കെതിരെ കേസെടുക്കലും ഒക്കെ ഇങ്ങനത്തെ ഒരു സംഭവം വരുമ്പോൾ, ഒരു മരണം സംഭവിക്കുമ്പോൾ മാത്രമായിരിക്കും അത് ഉണ്ടാവുക. അല്ലെങ്കിൽ ഇതുപോലെ ഭക്ഷ്യവിഷബാധ ഏറ്റ് 100ഓളം പേർ ആശുപത്രിയിലൊക്കെ ആകുമ്പോൾ മാത്രം, അല്ലെങ്കിൽ വലിയൊരു പ്രതിഷേധം ഉണ്ടാകുമ്പോൾ മാത്രമായിരിക്കും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുക. എറണാകുളം ജില്ലയിലെ തന്നെ നോർത്ത് പറവൂർ ഒരു ഹോട്ടലിൽ ഇതുപോലെ ഭക്ഷ്യവിഷബാധ ഏറ്റ് ഒരാൾ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. 100ഓളം പേർ ആശുപത്രിയിലേക്കും പ്രവേശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനുശേഷം ആ കട അടപ്പിക്കുകയും പിന്നീട് കടയുടമയ്ക്കെതിരെ നോട്ടീസ് നൽകുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ ഒരു 3 മാസം കഴിഞ്ഞ ശേഷം ആ കട പിന്നീട് തുറന്ന് പ്രവർത്തിക്കുക എന്നതും കാണുന്നു. ഇത് ഞാൻ പറയാൻ കാരണം, എൻ്റെ വീടിനടുത്തുള്ളൊരു കുഴിമന്തി കടയായിരുന്നു അതും. പിന്നീട് അത് അവിടെ തുറന്ന് പ്രവർത്തിക്കുന്നതായി കാണുകയും ചെയ്തു. പിന്നീട് പഞ്ചായത്തും നഗരസഭ അധികൃതരൊക്കെ ഇടപെട്ട് വലിയ പ്രശ്നമാവുകയും പിന്നീട് ആ കട വീണ്ടും അടച്ചു പൂട്ടുകയും ചെയ്തിരുന്നു. ഇപ്പോൾ എന്തായാലും പേര് മാറ്റി ആ കട ഇപ്പോഴും നോർത്ത് പറവൂർ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് പനമ്പള്ളി നഗറിലും ഒരു ഹോട്ടലിൽ നിന്നും ഷവർമ കഴിച്ച് ഇതുപോലെ ഒരാൾ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തായാലും ഈ ഒരു പ്രശ്നം വരുമ്പോൾ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു വലിയ വാർത്തയാകുമ്പോൾ മാത്രമാണ് ഫുഡ് ആൻഡ് സേഫ്റ്റി അതോറിറ്റീസിന്റെ അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പിന്റെ ഒക്കെ പരിശോധന നടക്കുക. അതിനപ്പുറത്തേക്ക് ആ ഒരു പ്രശ്നം തണുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മാധ്യമങ്ങൾ അത് വാർത്തയാക്കുന്നില്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും അതൊരു ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണ്. എന്താണെങ്കിലും ഈ കുഴിമന്തി കടകൾക്കോ അല്ലെങ്കിൽ കുഴിമന്തി എന്നുള്ള ആ വിഭവത്തിനെതിരെ അല്ല കേട്ടോ ഇപ്പോൾ. കാരണം ഇപ്പോൾ ഫേസ്ബുക്കിൽ സതീന്ദ്രൻ വാക്യത്തോട് ചോദിക്കുകയാണ്, കുഴിമന്തിയാണോ കഴിച്ചതെന്ന്. അപ്പോൾ സതീന്ദ്രൻ കുഴിമന്തിയിൽ നിന്നല്ല എന്നാണ് മനസ്സിലാക്കുന്നത്, മയണൈസിൽ നിന്നാണ് തോന്നുന്നു. മയണൈസ് നമുക്കറിയാവുന്ന പോലെ അധിക സമയം ഇരിക്കുക എന്നുള്ളത് അത് നല്ലതല്ല. അതിൽ കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങളുണ്ട് മയണൈസ് നൽകുന്നതിൽ. പക്ഷേ അത് പലപ്പോഴും പാലിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ഇനി ഞാൻ ആദ്യം സൂചിപ്പിച്ച മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, ഈ ഗുണ്ടകൾക്കെതിരെ കർശന നടപടിക്ക് DGP നിർദ്ദേശിച്ചതിന് പിന്നാലെ കൊച്ചിയിലെ ഗുണ്ടാ നേതാവിന്റെ വിരുന്നിൽ പങ്കെടുത്ത ഡിവൈഎസ്പി സാബുവിനെ സസ്പെൻഡ് ചെയ്ത് ഉത്തരവിറങ്ങി. സാബുവിനൊപ്പം ഉണ്ടായിരുന്ന 3 പോലീസുകാർക്കെതിരെയും അച്ചടക്ക നടപടി ഉണ്ടാകും.
സാബുവിൻ്റേത് ഗുരുതര അച്ചടക്ക ലംഘനമാണ്, പോലീസ് സേനയ്ക്ക് കളങ്കം വരുത്തരുതെന്നും ഉത്തരവിൽ പറയുന്നു. വി അരുൺ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. അരുൺ, ഇന്ന് പോലീസിന്റെ ഉന്നതതല യോഗം ചേരുന്ന സാഹചര്യം കൂടി ഇല്ലേ? അപ്പോൾ പോലീസ് ഇങ്ങനെ പലതരത്തിൽ പല വിഷയങ്ങളിൽ എന്താ പറയുക, ചോദ്യങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്ന ഒരവസ്ഥയാണ്. മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള രൂക്ഷ വിമർശനത്തിനും സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസം DGP രൂക്ഷ വിമർശനം നടത്തിയിരുന്നു. അപ്പോൾ അതിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ DYSP സാബു ഇത്തരത്തിൽ വിരമിക്കൽ തൊട്ട് മുമ്പ് ഗുണ്ടാ നേതാവിന്റെ വീട്ടിലെത്തുന്നതും. ആദ്യം ഈ നടപടിയെക്കുറിച്ച്, പിന്നീട് ഉന്നതതല യോഗത്തെക്കുറിച്ച്. ബിന്ദു, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കർശന നിർദ്ദേശത്തിൽ നിന്നാണ് സാബുവിനെ അടിയന്തരമായി സർവീസ് സസ്പെൻഡ് ചെയ്തത്. ഇന്നലെ രാത്രിയാണ് മുഖ്യമന്ത്രി സംസ്ഥാന പോലീസ് മേധാവിക്ക് DYSP സാബുവിനെ സസ്പെൻഡ് ചെയ്യാൻ നിർദ്ദേശം നൽകിയത്. ഇന്നലെ രാത്രി തന്നെ അതുമായി ബന്ധപ്പെട്ട ഉത്തരവും ഇറങ്ങി. ആലുവ DYSPയുടെ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന പോലീസ് മേധാവി മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം കൂടി ഈ പോലീസ് മേധാവി റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചത്. പൊതുജനങ്ങളെ സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ട ഉദ്യോഗസ്ഥർ ഗുണ്ടകളെ സഹായിക്കുക എന്ന ധാരണ പരക്കാനിടയാകുന്നതാണ് സാബുവിന്റെ ഇടപെടൽ. ഇക്കാര്യത്തിൽ ആരോപണവിധേയരായ മറ്റു 3 പോലീസുകാരെ, സാബുവിനൊപ്പം ഉണ്ടായിരുന്ന മറ്റു 3 പോലീസുകാരെയും അവരുടെ പേരിലും അച്ചടക്ക നടപടിക്ക് വിധേയമായി സസ്പെൻഡ് ചെയ്തതായി സംസ്ഥാന പോലീസ് മേധാവി 3 പേരെയും സസ്പെൻഡ് ചെയ്തതായും സംസ്ഥാന പോലീസ് മേധാവി അറിയിച്ചിട്ടുണ്ട്. സാബുവിന്റെ നടപടി ഗുരുതരമായ അച്ചടക്ക ലംഘനവും പോലീസിന്റെ സത്പേരിന് കളങ്കം വരുത്തുന്നതുമാണെന്ന് ഈ സസ്പെൻഷൻ ഉത്തരവിൽ പറയുന്നു. സംസ്ഥാന ജനങ്ങളുടെ സമാധാനപരമായ ജീവിതം അപകടത്തിലാക്കുന്ന നടപടികൾക്കെതിരെ പോലീസ് സ്വീകരിക്കുന്ന ശക്തമായ നടപടികളെ ദുർബലപ്പെടുത്തുന്നതാണ് സാബുവിന്റെ പ്രവൃത്തി. പോലീസ് സേനയുടെയും സർക്കാരിന്റെയും സൽപ്പേരിനും കളങ്കം വരുത്തുകയും അച്ചടക്ക ലംഘനം നടത്തുകയും ചെയ്തതായും പ്രഥമദൃഷ്ട്യാ കണ്ടെത്തിയതിനെ തുടർന്നാണ് സാബുവിനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത്. വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമായി ഇതിനെ കാണണം. കാരണം സംസ്ഥാനത്ത് പോലീസും ഗുണ്ടകളും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ട് ഉണ്ട് എന്ന് നേരത്തെ പലതവണ തെളിഞ്ഞതാണ്. പലതവണ ആരോപണം ഉയർന്നു വന്നാണ്. ഇപ്പോൾ സംസ്ഥാനത്ത് ഗുണ്ടകൾ വ്യാപകമായി പെരുകുന്നു. പുതിയ ഗുണ്ടകൾ ഉദയം ചെയ്യുന്നു. അവരുടെ പല ഇടപാടുകളും ജനങ്ങൾക്ക് ഭീഷണി ഉണ്ടാക്കുന്നു. കഴിഞ്ഞ ആഴ്ചയൊക്കെ നമ്മളൊക്കെ റിപ്പോർട്ട് ചെയ്ത പോലെ നിരവധി വാർത്തകളുണ്ട്. അങ്ങനെ ഗുണ്ടകൾ വീണ്ടും ശക്തമാകുന്നു. ആ ഗുണ്ടകളെ പിടിക്കാനായി പോലീസ് പ്രത്യേക ഗുണ്ടാ വേട്ട നടത്തുന്നു. അതിനിടയിലാണ് ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ ഇത്തരത്തിലൊരു കുപ്രസിദ്ധ ഗുണ്ടയുടെ വീട്ടിൽ സത്കാരത്തിൽ പങ്കെടുക്കുന്നത്. സ്വാഭാവികമായും പോലീസിന് വലിയ നാണക്കേടായി മാറിയ സംഭവമാണിത്. പ്രത്യേകിച്ച് ഗുണ്ടാവേട്ടയ്ക്കിടെ സർക്കാരും ഇത് വളരെ ഗൗരവത്തോടെയാണ് കണ്ടത്. അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി അടിയന്തരമായ വിഷയത്തിൽ ഇടപെട്ട് സാബുവിനെ സസ്പെൻഡ് ചെയ്യാൻ ഇന്നലെ തന്നെ നിർദ്ദേശം നൽകിയത്. അതിന്റെ ഉത്തരവും പുറത്തിറങ്ങിയിരിക്കുന്നു. ഇന്ന് മുഖ്യമന്ത്രി വിളിച്ച ഉന്നതതല യോഗം, പോലീസ് ഉദ്യോഗസ്ഥരുടെ ഉന്നതതല യോഗം ചേർന്ന് സംസ്ഥാനത്തെ പൊതു സാഹചര്യം, ക്രമസമാധാന നിലയൊക്കെ വിലയിരുത്താനാണ് യോഗം വിളിച്ചത്. വി അരുണാണ് വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരുന്നത്. നമുക്ക് അരുണിലേക്ക് മടങ്ങിയെത്താം. ഇപ്പോൾ ശ്രീകുമാർ എന്ന് പറയുന്ന ഒരു പ്രേക്ഷകൻ പറയുകയാണ്, സസ്പെൻഷൻ ഈസ് ഓൺലി എ പെയ്ഡ് ലീവ് ഫോർ 6 months എന്ന്. 6 മാസത്തേക്കുള്ള ശമ്പളം കിട്ടുന്ന അവധി മാത്രമാണ് സസ്പെൻഷൻ എന്ന് ശ്രീകുമാർ അഭിപ്രായപ്പെടുന്നു. പക്ഷേ ശ്രീകുമാറെ, ഈ DYSP സാബുവിൻ്റെ കാര്യത്തിൽ നടക്കാൻ സാധ്യതയില്ല. കാരണം ഈ 30-ാം തീയതി വിരമിക്കാനിരിക്കുകയായിരുന്നു. അപ്പോൾ എന്താണെങ്കിലും വിരമിക്കുന്നതിന് തൊട്ട് മുമ്പ് കിട്ടിയ ഒരു മെഡലായി കരുതണം ആ സസ്പെൻഷൻ. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ മയണൈസ്, കുഴിമന്തി അക്കാര്യം പറഞ്ഞപ്പോൾ അഡ്വക്കേറ്റ് രവീന്ദ്രകുമാർ പറയുന്നു, ഈ മരണം വരുമ്പോൾ മാത്രം ഇങ്ങനെ വിലപിച്ചിട്ട് കാര്യമുണ്ടോ? കൃത്യമാണ്, കാര്യമില്ല. നമ്മൾ അതിൽ കൃത്യമായിട്ടുള്ള നടപടിയുമായി മുന്നോട്ട് പോവുക, നമ്മളൊരു ജാഗ്രത പുലർത്തുക. നമ്മൾ ഇപ്പോൾ ഒരു മയണൈസൊക്കെ വാങ്ങുമ്പോൾ അതിൻ്റെ ഒരു ഫ്രഷ്നെസ് നിലനിർത്താൻ പറ്റിയിട്ടുണ്ടോ എന്ന് നമുക്ക് തന്നെ പരിശോധിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചില്ല. എങ്കിൽ പോലും പരമാവധി നമുക്ക് വിശ്വാസമുള്ള ഹോട്ടലുകളൊക്കെ പോവുക. ഒരു കാര്യം ഏറ്റവും പ്രധാനം, ഒരിക്കലും ഇന്നലെ വാങ്ങിയ മയണൈസ് പിറ്റേ ദിവസം കഴിക്കരുത്. അത് ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് അതിൻ്റെ ഒരു പരമാവധി ആയുസ്സും സാഹചര്യവും. അപ്പോൾ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ എന്താണെങ്കിലും പ്രേക്ഷകർ ഒരുപാട് പേര് ഇങ്ങനെ ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ കമൻറ്റ് ചെയ്യുന്നു ഈ വാർത്തകളിൽ. നമുക്ക് ആ വാർത്തയിലേക്ക് വീണ്ടും പോകാം. വി അരുണിലേക്ക് വീണ്ടും ചേരാമെന്ന് തോന്നുന്നു. അരുൺ സൂചിപ്പിച്ചുകൊണ്ടിരുന്നത് ഇന്ന് പോലീസിൻ്റെ ഉന്നതതല യോഗമാണ്. DGP, ADGPമാർ എന്നിവരൊക്കെ പങ്കെടുക്കുന്നുണ്ട്. നിലവിലത്തെ ക്രമസമാധാന നില സംബന്ധിച്ച വിഷയങ്ങളൊക്കെ ഈ യോഗത്തിൽ ചർച്ചയാകുമെന്നാണ് കരുതേണ്ടത്. മഴക്കാലം വരുന്ന സാഹചര്യത്തിൽ അതിൻ്റെ മുന്നൊരുക്കങ്ങൾ എന്തൊക്കെയായി എന്നുള്ളതൊക്കെ ഈ മുഖ്യമന്ത്രി വിളിച്ച ഉന്നതതല യോഗത്തിലുണ്ടാകുമെന്ന് കരുതുന്നു. അരുൺ, കേൾക്കാമോ? ഈ മുഖ്യമന്ത്രി വിളിച്ച ഈ ഉന്നതതല യോഗത്തിൽ ഇന്ന് ഈ കാര്യങ്ങളൊക്കെ ചർച്ചയാകുമ്പോൾ പോലീസിനെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ നാളുകളായി പ്രതിപക്ഷം ഉന്നയിക്കുന്നു. ആഭ്യന്തര വകുപ്പിനെതിരെ അതിരൂക്ഷ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന സാഹചര്യം, അതിൽ ചില പ്രശ്നങ്ങളുമുണ്ട്. പലപ്പോഴും പോലീസിൻ്റെ ഭാഗത്തുണ്ടാകുന്ന വീഴ്ചകൾ അതിനൊക്കെ കാരണമാകുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ നമ്മളൊരു വാർത്ത റിപ്പോർട്ട് ചെയ്തതിന് നമുക്കെതിരെ കള്ളക്കേസ് എടുത്ത് അറിയാമല്ലോ. കൊച്ചിയിൽ ഒരു വൃദ്ധയെ നാട്ടുകാർ
സംരക്ഷിക്കുന്ന വാർത്ത റിപ്പോർട്ട് ചെയ്ത മാധ്യമത്തിനെതിരെ കേസെടുക്കുന്ന അസാധാരണമായിട്ടുള്ള സാഹചര്യമൊക്കെ. മറ്റൊന്ന്, കഴിഞ്ഞ ദിവസം ഇതുപോലെ വനംവകുപ്പിൻ്റെ പരാതിയിൽ മറ്റൊരു മാധ്യമ പ്രവർത്തനത്തിനെതിരെ അതിരപ്പള്ളിയിൽ കേസെടുത്തിട്ടുണ്ട്. അത് വണ്ടി ഇടിച്ച് കാട്ടുപന്നി റോഡിൽ കിടക്കുന്ന ദൃശ്യം ചിത്രീകരിച്ചതിനാണത്. അപ്പോൾ ഇത്തരമൊരു സാഹചര്യമൊക്കെ ഒരുപാടുണ്ടാകുന്നു, ഒരുപാട് വിമർശനങ്ങൾ വരുന്ന ഒരു സാഹചര്യം. അപ്പോൾ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുക എന്നുള്ളത് ഉറ്റുനോക്കണം. എന്തായിരിക്കും ഒരു നിലപാട് മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആൾ കൂടി എന്ന നിലയിൽ? തീർച്ചയായിട്ടും യോഗം ചേർന്ന ദിവസം വളരെ പ്രധാനപ്പെട്ടതാണ്. ആ യോഗത്തിന്റെ തലേദിവസം സംസ്ഥാനത്തെ പൊതു ക്രമസമാധാന നില ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി യോഗം വിളിക്കുമ്പോൾ അതിന് തൊട്ടുതലേ ദിവസം ഇത്തരത്തിലൊരു ഉന്നത ഉദ്യോഗസ്ഥ, ഡിവൈഎസ്പി അത്ര ചെറിയ റാങ്കിലുള്ള ഉദ്യോഗസ്ഥനല്ല, അദ്ദേഹത്തിനെതിരെ ഇത്തരമൊരു നടപടി ഉണ്ടാകേണ്ടി വന്നു. അത് പോലീസിന് നാണക്കേടുണ്ടായി. സ്വാഭാവികമായും ഇന്നത്തെ യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ മുഖ്യമന്ത്രി നടത്താൻ തന്നെയാണ് സാധ്യത. ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്ത് SAP പരേഡ് ഗ്രൗണ്ടുണ്ട്. ഇവിടെ SAP KAP 3 നിന്ന് പരിശീലനം പൂർത്തിയാക്കിയ പോലീസ് ഉദ്യോഗസ്ഥരുടെ പാസിംഗ് ഔട്ട് പരേഡ് നടക്കുകയാണ്. 7:30 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവിടെ ഈ പരേഡിനെ അഭിവാദ്യം സ്വീകരിക്കും. സ്വാഭാവികമായും ഒരു പുതിയ ജീവിതത്തിലേക്ക്, പുതിയ സർവീസിലേക്ക് കാലെടുത്ത് വയ്ക്കുന്ന ഉദ്യോഗസ്ഥർ, വളരെ പ്രധാനപ്പെട്ട ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാനുള്ള പോലീസ് സേനയിലേക്ക് കാലെടുത്ത് വയ്ക്കുന്ന ഉദ്യോഗസ്ഥർ, അവർക്ക് സ്വാഭാവികമായും ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ, ഉപദേശങ്ങൾ മുഖ്യമന്ത്രി നൽകും. ഒരുപക്ഷെ ഇന്നത്തെ സംഭവത്തിന്റെ കൂടി പശ്ചാത്തലം അദ്ദേഹം ഓർമ്മിപ്പിക്കാൻ തന്നെയാണ് സാധ്യത. അവിടെയും അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഉന്നത യോഗത്തിലും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീർച്ചയായും ചർച്ചയ്ക്ക് വരുമെന്ന് ഉറപ്പാണ്. കാരണം അത്രയധികം നാണക്കേടുണ്ടാക്കിയ സംഭവമാണ്. സംസ്ഥാനത്താകെ പോലീസ് ഗുണ്ടാവേട്ട നടത്തുമ്പോൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ ഗുണ്ടകളുടെ, കുപ്രസിദ്ധ ഗുണ്ടകളുടെ ആതിഥ്യം സ്വീകരിക്കുക എന്നുള്ളത് പോലീസിന് അങ്ങേയറ്റം ചീത്തപ്പേരുണ്ടാക്കുന്ന, പോലീസിന്റെ സത്പേരിന് കളങ്കമുണ്ടാകുന്ന നടപടിയാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ യോഗത്തിലും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കും. തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ 4-ാം തീയതി നടക്കാൻ പോകുന്നു. അതിനു മുന്നോടിയായി സുരക്ഷാ ക്രമീകരണങ്ങൾ സ്വാഭാവികമായി യോഗത്തിൽ വിലയിരുത്തും. അക്രമ സംഭവം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ പലയിടത്തും രാഷ്ട്രീയ സംഘർഷങ്ങൾക്കൊക്കെ തുടക്കമിട്ടുന്നതാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് കാലത്ത് അത്തരം സംഘർഷങ്ങളിലേക്ക് രാഷ്ട്രീയ പാർട്ടികൾ പോയില്ല. അതുകൊണ്ട് തന്നെ അതിന്റെ തുടർ നീക്കങ്ങൾ, തിരിച്ചടികൾ വോട്ടെണ്ണലിന് ശേഷം ഉണ്ടാകുമെന്നൊരു ആശങ്ക പോലീസിന്റെ സാധാരണഗതിയിൽ അങ്ങനെ സംഭവിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഇന്നത്തെ യോഗം വിലയിരുത്താൻ സാധ്യത. സംസ്ഥാനം വലിയ ഒരു മഴക്കാലത്തെ കാത്തിരിക്കുകയാണ്, ആശങ്കയോടുകൂടി കാത്തിരിക്കുകയാണ്. അതിന്റെ ഭീഷണിയുണ്ട്. സ്വാഭാവികമായും അതുമായി ബന്ധപ്പെട്ട രക്ഷാപ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കേണ്ട സേനയാണ് പോലീസ്. പോലീസ് വളരെ മാതൃകാപരമായ അത്തരം കാര്യങ്ങളിലൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ ഇടപെട്ടിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം വിഷയങ്ങളിലും എങ്ങനെ ആ മുൻകരുതലുകൾ പോലീസിന്റെ പങ്ക് വഹിക്കാമെന്ന കാര്യത്തിൽ പക്ഷേ ചർച്ചകളുണ്ടാകും. വളരെ പ്രധാനപ്പെട്ട ഒരു യോഗം തന്നെയാണ് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന പോലീസിന്റെ ഉന്നതതല യോഗം. ശരി, അരുൺ തുടരണം. മറ്റൊരു വാർത്ത കൂടി അരുണിൽ നിന്നും എടുക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് എന്നാൽ അരുൺ നിൽക്കുന്നത് അവിടെ പോലീസിന്റെ ഒരു പരേഡ് ഔട്ടാണെന്ന്. അപ്പോൾ അവിടെ നിന്നുള്ള വിവരങ്ങൾ നമുക്ക് ഇനിയും കാത്തു നിൽക്കേണ്ടത് മാത്രമല്ല, ബാർക്കോഴയിൽ എന്താണ് പുതിയ നടപടികൾ, പുതിയ മുന്നോട്ട് പോക്ക് എന്താണെന്നൊക്കെ അറിയണം. അപ്പോൾ അരുൺ തന്നെയാണ് വിവരങ്ങൾ പങ്കുവയ്ക്കുക. ഈ ജെയിംസ് തോമസ് എന്നൊരു പ്രേക്ഷകൻ പറയാണ്, ആ പോലീസ് ഉദ്യോഗസ്ഥനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാൻ ആഭ്യന്തര വകുപ്പിന് ധൈര്യമുണ്ടോ? അല്ല എങ്കിൽ ഒന്നും സംഭവിക്കില്ല, ജനങ്ങൾക്ക് പണി കൊടുത്തുകൊണ്ടേയിരിക്കും. പിരിച്ചുവിടൽ അത് ആഭ്യന്തര വകുപ്പ് തീരുമാനിക്കട്ടെ. മുഖ്യമന്ത്രി ശിവദാസ് പറയുന്നു ആഭ്യന്തരം ഗുണ്ടകളെ ഏൽപ്പിക്കാൻ സാധ്യത എന്ന്. ശിവദാസേ ഇച്ചിരി കടന്നുപോയോ? എന്താണെങ്കിലും ഈ മറ്റൊരാൾ ഷിബു വന്യ പറയുന്നു, മയണൈസ് കഴിച്ചത് ആദ്യ മരണമല്ലല്ലോ, ഇത്രയും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഇത് നിരോധിക്കപ്പെടേണ്ടത് തന്നെയാണ്. നിഷ്ക്രിയമായ ആരോഗ്യവകുപ്പ് എല്ലായിടത്തും പരിശോധന നടത്തി നടപടിയെടുക്കൽ അത് ഒരിക്കലും നടക്കില്ല എന്ന്. അത് മയണൈസ് നിരോധിക്കുക എന്നുള്ളതൊക്കെ ഒരു ഭക്ഷണത്തെ അങ്ങനെ നിരോധിക്കുമോ? അത് വേണോ ഷിബു? എന്താണെങ്കിലും നമുക്ക് നോക്കാം. മിസ്റ്റർ അനുസേട്ടൻ പറയുന്നു ഹെവി മഴയാണെന്ന്, മഴയും കാറ്റും. എവിടെ അനുസേട്ടൻ ഉള്ളത്, സ്ഥലം ഏതാണെന്ന് കൂടി ഒന്ന് മെൻഷൻ ചെയ്യാമോ? അപ്പോൾ എന്താണെങ്കിലും നമ്മളിങ്ങനെ വാർത്തയിൽ തന്നെ നിൽക്കുമ്പോൾ മോർണിംഗ് വൈബ്സിൽ നമ്മൾ ഇനി പോകുന്നത് ഈ ബാർക്കോഴ ആരോപണം 2ാം ഘട്ടം, അതായത് ബാർക്കോഴയിലെ പുതിയ ആരോപണത്തിൽ അനിമോൻ്റെ മൊഴി ബാറുടമ വിശദമായി പരിശോധിക്കുകയാണ് ക്രൈംബ്രാഞ്ച്. സർക്കാരിനോ പാർട്ടിക്കോ പണം നൽകാൻ വേണ്ടിയല്ല തൻ്റെ ഓഡിയോ സന്ദേശം എന്ന നിലപാട് ക്രൈംബ്രാഞ്ചിന് മുന്നിലും അനിമോൻ ആവർത്തിച്ചിരുന്നു. എന്നാൽ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കുന്ന ചീഫ് സെക്രട്ടറി തന്നെ മദ്യനയത്തിൽ വിശദീകരണം നൽകിയത് പുതിയ ആയുധമാക്കുകയാണ് പ്രതിപക്ഷം. എക്സൈസ് മന്ത്രിയാകട്ടെ വിദേശയാത്രയിലാണ്. അന്വേഷണം കേന്ദ്ര ഏജൻസിക്ക് കൈമാറണമെന്ന ആവശ്യം BJP നിരന്തരം ഉന്നയിക്കുകയും ചെയ്യുന്നു. ആ ഒരു സാഹചര്യം കൂടിയുണ്ട്. VV അരുൺ തന്നെയാണ് അതിൻ്റെ വിവരങ്ങൾ പങ്കുവെക്കുക. അരുൺ, ഈ കേന്ദ്ര ഏജൻസിക്ക് അന്വേഷണം കൈമാറണമെന്ന് BJP, ഒപ്പം ചീഫ് സെക്രട്ടറി വിശദീകരണം, എല്ലാം കൂടി ആകെ കുഴഞ്ഞു മറിഞ്ഞ അവസ്ഥയാണല്ലോ. ഈ ബാർക്കോഴയിൽ ആരോപണത്തിന് പിന്നിൽ കാര്യമായിട്ടൊന്നുമില്ല എന്ന് ബാറുടമകളൊക്കെ പറയുന്നു. അനിമോൻ മൊഴി അത്തരത്തിൽ നൽകുന്നു. ഒരു സാഹചര്യം ഉണ്ട് എങ്കിൽ പോലും ചെറിയൊരു തരത്തിലെങ്കിലും സർക്കാർ പ്രതിരോധത്തിലാവുന്നില്ല ഈ വിഷയത്തിൽ.
തീർച്ചയായിട്ടും ബാർക്കോഴയിൽ എല്ലാ പ്രതിരോധ മാർഗങ്ങളും പ്രതിരോധ മറകളും സർക്കാർ തീർക്കുകയാണ്. അതിന് കാരണം ബാർക്കോഴ ആരോപണത്തിൽ കഴമ്പില്ല, അത്തരമൊരു കോഴ നൽകാൻ ശ്രമിച്ചിട്ടില്ല, പണം പിരിച്ചിട്ടില്ല എന്ന് ബാറുടമകൾ പറയുമ്പോഴും പ്രതിപക്ഷം അത് ഏറ്റെടുത്തു കഴിഞ്ഞു. സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയമായി അത് മാറിക്കഴിഞ്ഞു. പ്രതിപക്ഷം പ്രത്യക്ഷ സമരത്തിലേക്ക് പ്രതിപക്ഷ സംഘടനകൾ കടക്കാനുള്ള പ്രഖ്യാപനം വന്നു കഴിഞ്ഞു. നിയമസഭാ സമ്മേളനം 10-ന് ആരംഭിക്കുകയാണ്. സഭാ തലത്തെ നിയമസഭയെ ചൂടുപിടിപ്പിക്കുന്ന അവിടെ ഉദ്യോഗം നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി ഇത് മാറുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ടാണ് ആദ്യം മന്ത്രി എം പി രാജേഷ് വിവാദം പുറത്തു വന്ന് മണിക്കൂറുകൾക്കുള്ളിൽ CPI സംസ്ഥാന സെക്രട്ടറിയുടെ കൂടി അനുമതിയോടെ എം പി രാജേഷ് ഈ ആരോപണങ്ങൾ പൂർണ്ണമായും തള്ളിക്കളഞ്ഞ് അന്വേഷണം പ്രഖ്യാപിക്കുകയും അന്വേഷണം ആവശ്യപ്പെട്ട് സംസ്ഥാന പോലീസ് മേധാവി കത്ത് നൽകുകയും അന്ന് രാത്രി തന്നെ അന്വേഷണത്തിൽ തീരുമാനമുണ്ടാവുകയും ചെയ്തു. അതിന് പിന്നാലെ ടൂറിസം ഡയറക്ടർ ചില യോഗങ്ങൾ വിളിച്ചിരുന്നു. ചീഫ് സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരം യോഗങ്ങൾ വിളിച്ചിരുന്നു. അതുകൊണ്ട് ആദ്യം ടൂറിസം ഡയറക്ടറാണ് വിശദീകരണവുമായി എത്തിയത്. അത്തരത്തിൽ ഒരു തരത്തിലുള്ള കൂടിയാലോചനകളും മദ്യവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല എന്ന വിശദീകരണം ആദ്യം നൽകിയത് ടൂറിസം ഡയറക്ടറാണ്. അതിൽ തന്നെ പ്രതിപക്ഷം വിമർശിച്ചു. മന്ത്രി നിർദ്ദേശപ്രകാരം രക്ഷാദൌത്യവുമായി ടൂറിസം ഡയറക്ടർ ഉദ്യോഗസ്ഥരെ ഇറക്കി എന്ന് പറഞ്ഞു. പക്ഷേ ഇന്നലെ ഒരു പടി കൂടി കടന്നുകൊണ്ട് സംസ്ഥാന ചീഫ് സെക്രട്ടറി തന്നെ വിശദീകരണം ഇറക്കി. കാരണം ചീഫ് സെക്രട്ടറിയുടെ യോഗ തീരുമാനത്തിന് ആവശ്യം തുടർച്ചയായാണ് ഈ ടൂറിസം ഡയറക്ടറുടെ ഉദ്യോഗസ്ഥ യോഗമെന്ന വിമർശനം ഉയർന്നു, വാർത്തകൾ വന്നു. അതുകൊണ്ട് ചീഫ് സെക്രട്ടറിയും അത് നിഷേധിച്ചു. അത്തരത്തിൽ ഒരു തരത്തിലുള്ള വഴിവിട്ട ഇടപെടൽ നടത്തിയിട്ടില്ല. സംസ്ഥാനത്തെ സാമ്പത്തിക സ്ഥിതി അതിരൂക്ഷമാണ്. അത് മറികടക്കാനുള്ള വിഷയങ്ങൾ മാർച്ചിൽ ചർച്ച ചെയ്യുമ്പോഴാണ് ഇത്തരത്തിൽ ടൂറിസം മേഖലയിൽ നിന്ന് ഒരു ആവശ്യമുള്ളത് ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടിയത്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ മാത്രമാണ് നടന്നത്. അപ്പുറത്തേക്ക് സംസ്ഥാനത്തിന്റെ എക്സൈസ് പോളിസി തീരുമാനിക്കാൻ, മദ്യനയം തീരുമാനിക്കാൻ ഒരു ചർച്ചകൾ നടത്തിയിട്ടില്ല. അത്തരം ആരോപണങ്ങൾ ദുരുപദിഷ്ടമെന്നാണ് ഇന്നലെ ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണുവിന്റെ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നത്. അസാധാരണമാണ് ചീഫ് സെക്രട്ടറി ഇത്തരത്തിൽ വാർത്താക്കുറിപ്പിലൂടെ കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. സാധാരണ രാഷ്ട്രീയ നേതൃത്വമാണ് ഇത്തരം കാര്യം വിശദീകരിക്കുന്നത്. പക്ഷേ ഇവിടെ ഉദ്യോഗസ്ഥർക്കെതിരെയാണ് ആരോപണം. അത് സർക്കാരിലേക്ക് വരാതിരിക്കാനുള്ള ശ്രമത്തിന്റെ പ്രതിരോധ നീക്കങ്ങളുടെ ഭാഗമായി തന്നെ ഇതിനെ കാണണം. പ്രതിപക്ഷം അതും വെറുതെ വിടില്ല. ചീഫ് സെക്രട്ടറിയെ കൊണ്ടും കള്ളം പറയിപ്പിക്കുന്നു എന്ന ആരോപണമായി പ്രതിപക്ഷം ഇതിനകം രംഗത്ത് വന്നിട്ടുണ്ട്. അത്തരത്തിൽ ബാർക്കോഴ ആരോപണത്തിൽ ഒന്നുമില്ല, അത് പുകമറയാണെന്ന് ഭരണപക്ഷവും ഭരണമുന്നണിയും അതുപോലെ തന്നെ ഈ ആരോപണത്തിന് തുടക്കമിട്ട ബാറുടമകളും പറയുമ്പോഴും അത് കേരള രാഷ്ട്രീയത്തിൽ പുതിയ വിവാദങ്ങൾക്ക്, കൂടുതൽ ചർച്ചകൾക്ക് വഴി തുറന്നു കഴിഞ്ഞു. വരും ദിവസങ്ങളിലും ആ വിവാദം ആളിപ്പടരാൻ തന്നെയാണ് സാധ്യത. എവിടം കൊണ്ട് വിവാദം അവസാനിപ്പിക്കാൻ സർക്കാരിന് കഴിയും, ഏതുവരെ പ്രതിപക്ഷം ഇത് കൊണ്ടുപോകുമെന്ന് വേണം ഇനി കാത്തിരുന്ന് കാണേണ്ടത്. റൈറ്റ്, വി അരുണാണ് വിവരങ്ങൾ പങ്കുവച്ചത്. എന്താണല്ലോ നിയമസഭാ സമ്മേളനം ആരംഭിക്കാനിരിക്കെ സമ്മേളനം വരെയെങ്കിലും ഈ പ്രശ്നം സജീവമായി നിലനിർത്താൻ പ്രതിപക്ഷവും ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്നലെ യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് നമ്മൾ കണ്ടു. അങ്ങനെ നിരവധിയായിട്ടുള്ള പ്രതിഷേധ പരിപാടികൾ പ്രത്യക്ഷത്തിലേക്ക് നീങ്ങാൻ പ്രതിപക്ഷത്തിന്റെ ഒരു നീക്കം കൂടിയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ ക്രൈംബ്രാഞ്ച് വിജിലൻസ് അന്വേഷണമൊക്കെ പുരോഗമിക്കുന്നു. ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലേ, അനുസേട്ടൻ പറയാണ് ബ്രോ മഴയെക്കുറിച്ചും എല്ലാം പറയാം. മഴയുടെ വാർത്തയിലേക്ക് നമുക്ക് എത്താം. വെഞ്ഞാറമൂടാണല്ലേ, ഓക്കെ. അപ്പോൾ അവിടെ വലിയ മഴയാണെന്ന് പറയുന്നു, മഴയും കാറ്റും. മഴയിലേക്ക് നമുക്ക് എത്താം കേട്ടോ അനുസേട്ടാ. സനോജ് മഴയെപ്പറ്റി ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് സനോജും ആളും ചോദിക്കുന്നു. മഴയെപ്പറ്റി നമുക്ക് പറയാം. നമ്മൾ മറ്റ് ചില വാർത്തകളിലേക്ക് പോയ ശേഷം മഴയിലേക്ക് എത്താം. എന്നാലും തിരുവനന്തപുരത്ത് മഴയുണ്ട് എന്നുള്ള കാര്യം സംശയമില്ല. മറ്റിടങ്ങളിലെ മഴയെപ്പറ്റിയൊക്കെ നമുക്ക് വിശദമായി നോക്കാം. കോഴിക്കോട് നഗരത്തിൽ നടന്നു വരുന്ന മറൈൻ വേൾഡ് പ്രദർശനം തടസ്സപ്പെടുത്താൻ BJP സംസ്ഥാന കമ്മിറ്റി അംഗം ശ്രമിച്ചു എന്നുള്ള ഒരു പരാതി ഉയരുകയാണ്. 25 ലക്ഷം രൂപ പിരിവ് നൽകിയില്ലെങ്കിൽ പ്രദർശനം നടത്താൻ അനുവദിക്കില്ല എന്നായിരുന്നു ഭീഷണി. ആദ്യം കേസെടുക്കാതിരുന്ന പോലീസ് പിന്നീട് കോടതി നിർദ്ദേശപ്രകാരം ഇയാൾക്കെതിരെ കേസെടുത്തു. കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ നടന്നുവരുന്ന പ്രദർശനത്തിന് തുടക്കം മുതൽ BJP സംസ്ഥാന സമിതി അംഗമെന്ന് പരിചയപ്പെടുത്തിയ സതീഷ് പാറന്നൂർ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നതായാണ് കൊച്ചി ആസ്ഥാനമായ DQF കമ്പനിയുടെ പരാതി. വ്യാജ പരാതികൾ നൽകി ലൈസൻസുകൾ വൈകിപ്പിക്കാനായിരുന്നു ആദ്യ ശ്രമം. ഇത് വിജയം കാണാതെ വന്നതോടെ പ്രദർശന നഗരിയിൽ നേരിട്ടെത്തി ഭീഷണി മുഴക്കിയതായി കമ്പനി ഉടമകൾ പറയുന്നു. വൻ ഭീഷണി പോലുള്ള രീതികളിൽ നിങ്ങളിത് തുടർന്നുകൊണ്ട് പോയാൽ ഞങ്ങൾക്കിത് അവസാനിപ്പിക്കേണ്ടി വരും, ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ മാറ്റി നിർത്തിയിട്ട് 25 ലക്ഷം രൂപ ഞങ്ങൾക്ക് തരികയാണെങ്കിൽ ഞങ്ങൾ പ്രശ്നത്തിനൊന്നും വരില്ല. കാരണം നിങ്ങൾക്ക് ഒരു പ്രോബ്ലം ഉണ്ടാകത്തില്ല. ഞങ്ങളെ കൊണ്ട് എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റുമെങ്കിൽ ഞങ്ങൾ ചെയ്തു തരാമെന്ന് പറയുകയും ഞങ്ങൾ അതിന് വഴങ്ങാതിരിക്കുകയും ചെയ്തു. ഞങ്ങൾ പറഞ്ഞു ഒരു കാരണവശാലും കൈക്കൂലി തന്നിട്ട് ഞങ്ങൾക്ക് പ്രോഗ്രാം ചെയ്യേണ്ട, കൈക്കൂലി തന്നുകൊണ്ട് പ്രോഗ്രാം ചെയ്യേണ്ട, ഒരു കാരണവശാലും ഞങ്ങളത് തരില്ല എന്നവരടുത്ത് പറയുകയും എന്നാൽ പിന്നെ നിങ്ങൾ പ്രോഗ്രാം നടത്തി ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഞങ്ങളുടെ ഈ ലൈസൻസിൻ്റെ എല്ലാ വാതിലുകളിലും ഇവർ പോയി അനാവശ്യമായിട്ടുള്ള ഓരോ പ്രശ്നങ്ങൾ പറയുകയും ഉദ്യോഗസ്ഥന്മാരെ തെറ്റിദ്ധരിപ്പിക്കുകയൊക്കെ ചെയ്തു. സതീഷിന്റെ ശല്യം തുടർന്നതോടെ ഹൈക്കോടതിയിൽ നിന്നും സംരക്ഷണ ഉത്തരവ് വാങ്ങിയാണ് പ്രദർശനം ആരംഭിച്ചത്. പോലീസിൽ പരാതി നൽകിയെങ്കിലും കേസെടുത്തില്ല. തുടർന്ന് കോടതിയെ സമീപിച്ചതോടെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി ഇയാൾക്കെതിരെ കേസെടുക്കാൻ കോടതി ഉത്തരവിട്ടു. ഇയാളുടെ ഇടപെടലിൽ ട്രേഡ് സെന്ററിൽ പരിപാടികളിൽ നഷ്ടം വന്നുവെന്ന് ചൂണ്ടിക്കാട്ടി
മറ്റു ചില സംരംഭങ്ങളും രംഗത്തെത്തിയിട്ടുണ്ട്. BJPയുടെ ഇന്നമാതിരി മണ്ഡലം സെക്രട്ടറിയാണ്. ഞങ്ങൾ ഇവിടെ പരിപാടി നടത്താൻ സമ്മതിക്കില്ല. ഇതിനു മുന്നേ പരിപാടി നടത്തിയ ആളുകളോട് നിങ്ങൾ ചോദിച്ചാൽ അറിയാം, അവർക്കൊക്കെ ഇതിട്ടെറിഞ്ഞ് ഓടേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ടെന്ന് എന്നോട് പറയും. നമുക്കിവിടെ വരുന്ന കസ്റ്റമേഴ്സിനെ ഇയാൾ ഇവിടെ വെള്ളക്കെട്ടാണ്, ഇവിടെ വേസ്റ്റ് ആണ്, അതാണ് ഇതാണ് പല പല കാര്യങ്ങൾ പറഞ്ഞ് ഇയാൾ പിന്തിരിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈലിൽ വന്നിട്ട് അനാവശ്യങ്ങൾ എഴുതി വെക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതേസമയം പണം ആവശ്യപ്പെട്ട് പ്രദർശനം തടഞ്ഞെന്ന വാദം അടിസ്ഥാനരഹിതമാണെന്ന് സതീഷ് പാറന്നൂർ വ്യക്തമാക്കി. പാരിസ്ഥിതികമായി പ്രാധാന്യമുള്ള സ്ഥലമായി റവന്യൂ വകുപ്പ് സാക്ഷ്യപ്പെടുത്തിയ സ്ഥലത്ത് അനധികൃത നിർമ്മിതികൾ ചോദ്യം ചെയ്യുകയാണ് ചെയ്തത്. കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചാണ് പ്രദർശനം സംഘടിപ്പിക്കുന്ന കമ്പനി തനിക്കെതിരെ കേസെടുപ്പിച്ചതെന്നും സതീഷ് പാറന്നൂർ അറിയിച്ചു. ന്യൂസ് 18 കോഴിക്കോട്. എന്താണെങ്കിലും BJP നേതാവ് അത്തരത്തിലൊരു ഭീഷണി നടത്തിയിട്ടുണ്ടെങ്കിൽ അത് നേതൃത്വം പരിശോധിക്കണമെന്നുള്ളതാണ് ആവശ്യപ്പെടേണ്ടത്. ജോർജ് ബിജു ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ജോർജ് ബിജു, സന്തോഷം നമ്മോടൊപ്പം ചേരുന്നതിൽ. ടോണി, കോട്ടയത്തും ഹെവി റെയിനാണ്. ഹെവി റെയിൻ, ഓക്കെ, നല്ല മഴയാണല്ലേ, കറണ്ട് ഒന്നും ഇല്ല എന്നൊക്കെ പറയുന്നു വെഞ്ഞാറമൂട്ടിൽ അനുസേട്ടൻ വീണ്ടും. അപ്പോൾ എന്താണെങ്കിലും നമ്മൾ മഴയിലേക്കാണ് വരാൻ പോകുന്നത്. അതിനു മുമ്പ് മറ്റൊരു വാർത്തയിലേക്ക് പോകുന്നു. അത് നടനും BJP നേതാവുമായിട്ടുള്ള സുരേഷ് ഗോപി പ്രതിയായിട്ടുള്ള വാഹന നികുതി വെട്ടിപ്പ് കേസിന്റെ വിചാരണ ഇന്ന് ആരംഭിക്കുകയാണ്. എറണാകുളം ACJM കോടതിയിലാണ് വിചാരണ നടപടികൾ. 2 ആഡംബര വാഹനങ്ങൾ സുരേഷ് ഗോപി പുതുച്ചേരിയിൽ രജിസ്റ്റർ ചെയ്തുവെന്നും ഇതുവഴി 30 ലക്ഷത്തോളം രൂപ നികുതി വെട്ടിച്ചു എന്നുമാണ് ക്രൈംബ്രാഞ്ച് സമർപ്പിച്ച ഈ കുറ്റപത്രത്തിൽ പറയുന്നത്. എന്നാൽ കേസ് തള്ളണമെന്നാവശ്യപ്പെട്ട് സുരേഷ് ഗോപി ഒരു ഹർജി നൽകിയിരുന്നു. അത് കോടതി തള്ളുകയും ചെയ്തിരുന്നു. നവമി ദിനേശാണ് ചേരുന്നത് കൊച്ചിയിൽ നിന്ന്. വീണ്ടും നവമി, ഗുഡ് മോർണിംഗ്. ആദ്യം ദുഃഖവാർത്തയായതുകൊണ്ട് ഞാൻ ഗുഡ് മോർണിംഗ് സൂചിപ്പിക്കാത്തത്. ആദ്യം മഴയുണ്ടോ കൊച്ചിയിൽ? ഇപ്പൊ നല്ല മഴയുണ്ട്. ഇന്നലെ രാത്രിയൊക്കെ അതിശക്തമായ മഴയുണ്ടായിരുന്നു. ഇപ്പോൾ രാവിലെ ഒക്കെ വലിയ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ നല്ല മഴ പെയ്യുന്നുണ്ട്. നമ്മൾ ലൈവിന് വേണ്ടി അവിടെ നിൽക്കുകയായിരുന്നു. പക്ഷേ മഴ കാരണം ഇപ്പോൾ അകത്തേക്ക് കയറി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ മഴ സംബന്ധിച്ച് എല്ലാ പ്രേക്ഷകർക്കും പറയേണ്ടത് മഴയെപ്പറ്റി പറയാവുന്നതാണ്. അപ്പോൾ ഒരു മഴ റിലേറ്റഡ് ആയിട്ട് വാർത്ത നവമി അവിടെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വേറെ ഒന്നുമല്ല, തിരുവനന്തപുരത്ത് നിന്ന് പോകേണ്ട 4 വിമാനങ്ങൾ നെടുമ്പാശ്ശേരിയിൽ ഇറക്കി. അതായത് തിരുവനന്തപുരത്ത് നിന്ന് പോകേണ്ട 4 വിമാനങ്ങൾ നെടുമ്പാശ്ശേരിയിൽ ഇറക്കി. കാലാവസ്ഥ മോശമായതാണ്, മഴ ആയതുകൊണ്ടാണ് തിരുവനന്തപുരത്ത് ഇറക്കാൻ കഴിയാതെ പോയത് എന്ന് പറയുന്നു. നവമി, ഈ തിരുവനന്തപുരത്ത് വലിയ മഴയുണ്ട്, അതുകൊണ്ടാണോ ഈ മഴ സാഹചര്യം കൊണ്ട് മാത്രമാണോ വിമാനം അവിടെ കൊച്ചിയിലേക്ക് നെടുമ്പാശ്ശേരിയിലേക്ക് വഴിതിരിച്ചു വിട്ടത്? അതെന്തോ ഇന്ന് പുലർച്ചെ തിരുവനന്തപുരത്ത് എത്തേണ്ട 4 വിമാനങ്ങളാണ് കൊച്ചിയിൽ ഇറക്കിയത്. കാലാവസ്ഥ മോശമായതുകൊണ്ടാണ്, അതിശക്തമായ മഴയാണ് തിരുവനന്തപുരത്ത് നിന്ന് എൽദോയി പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് 4 വിമാനങ്ങൾ എറണാകുളത്തേക്ക് ഇറക്കിയത്. ദുബായ്, ഖത്തർ, ദോഹ, കുവൈറ്റ് വിമാനങ്ങളാണ് കൊച്ചിയിൽ ഇറക്കിയത്. ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം. എന്തായാലും അല്പസമയത്തിന് മുൻപ് കാലാവസ്ഥ അനുയോജ്യമായി എന്ന് അറിയിച്ചതിനെ തുടർന്ന് വിമാനങ്ങൾ എറണാകുളത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഇവിടെ നിന്ന് പുറപ്പെട്ട വിമാനങ്ങൾ അവിടേക്ക് എത്തിച്ചേരും. എന്തായാലും വലിയ കാലാവസ്ഥ ഒരു പ്രതികൂലമായ സാഹചര്യമായതുകൊണ്ടാണ് തിരുവനന്തപുരത്ത് ഇറക്കേണ്ട വിമാനങ്ങൾ കൊച്ചിയിലേക്ക് ഇറക്കിയത്. മഴ ഇവിടെയും ഇങ്ങനെ മാറി മാറി നിൽക്കുന്നു എന്നല്ലാതെ തെളിഞ്ഞ ഒരു ആകാശമില്ല. ഇന്നലെ രാവിലെയൊക്കെ നല്ല വെയിലുണ്ടായിരുന്നു, പക്ഷേ ഉച്ചയ്ക്ക് ശേഷം നല്ല മഴയായിരുന്നു. രാത്രിയൊക്കെ ഉടനീളം വലിയ മഴയുണ്ടായിരുന്നു. ഇന്ന് പുലർച്ചെ മഴ കുറഞ്ഞുവെങ്കിലും ഇപ്പോഴും നല്ല മഴ വരുന്നുണ്ട്. ഇന്നും ഒക്കെ നമ്മൾ ഇന്നലെ തന്നെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. 5 ദിവസങ്ങൾക്ക് ഉള്ളിൽ കേരളത്തിൽ ഉടനീളം അതിശക്തമായ മഴയുണ്ടാകുമെന്ന്. എന്തായാലും എറണാകുളം ജില്ലയിലും അത് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. നല്ല മഴ മുന്നറിയിപ്പ് കൂടി നൽകിയിട്ടുണ്ട്. എന്തായാലും മത്സ്യബന്ധനത്തിന് പോകുന്നവർക്കുൾപ്പെടെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മലയോര പ്രദേശത്ത് താമസിക്കുന്നവർക്കും ജാഗ്രതാ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. ഏതെങ്കിലും വിധത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ എത്രയും വേഗം വീട് വിട്ട് മറ്റു സുരക്ഷിതമായ ഇടത്തേക്ക് പോകണമെന്നൊരു നിർദ്ദേശവും കൂടിയൊക്കെ തന്നിട്ടുണ്ട്. കൊച്ചിയെ സംബന്ധിച്ച് വെള്ളപ്പൊക്കം ഒരു പ്രശ്നമാണെങ്കിൽ പോലും ഇത്തവണ വലിയ ആശങ്കയൊന്നും ഉണ്ടായിരുന്നില്ല. മഴ മാറുന്ന സമയത്ത് ഈ വെള്ളക്കെട്ട് പൂർണ്ണമായും വലിഞ്ഞിറങ്ങുന്ന ഒരു സാഹചര്യം തന്നെയാണ്. എന്തായാലും മഴ മുന്നറിയിപ്പ് എറണാകുളം ജില്ലയെ സംബന്ധിച്ച് ഇങ്ങനെയാണ്. ഓക്കെ നവമി, ഞാൻ നവമിയിലേക്ക് മറ്റ് വാർത്തയിലേക്ക് എത്താം. അതിനു മുമ്പ് ഈ മഴ റിലേറ്റഡ് ആയിട്ടുള്ള മറ്റൊരു റിപ്പോർട്ടിലേക്ക് കൂടി പോകാൻ വേണ്ടിയിട്ടാണ്.
അടുത്ത 5 ദിവസത്തോടു കൂടി മൺസൂൺ അത് എത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കുന്നു. സാധാരണയേക്കാൾ കൂടുതൽ ശക്തമാകുമെന്നാണ് മുന്നറിയിപ്പ്. ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, 100% ഉണ്ടാകും ഇത്തവണ മൺസൂൺ എന്നുള്ളതാണ് പ്രവചനം. കേരളത്തിൽ ശരാശരിയിലും കൂടുതൽ മഴ ലഭിക്കും. ജൂൺ മാസത്തിലും സാധാരണ ലഭിക്കുന്ന മഴയേക്കാൾ കൂടുതൽ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്ന് കാലാവസ്ഥാ വകുപ്പ് പറയുന്നു. ഐഷത്തുൽ ഷംനയുടെ റിപ്പോർട്ട് കാണാം. മൺസൂൺ സീസൺ വൈകാതെ എത്തുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. അടുത്ത 5 ദിവസത്തിനുള്ളിൽ, അതായത് മെയ് 31-ന് സംസ്ഥാനത്ത് മൺസൂൺ എത്തും. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ കാലവർഷ സീസൺ സാധാരണയേക്കാൾ കൂടുതൽ ശക്തമാകുമെന്നും മുന്നറിയിപ്പുണ്ട്. കൂടുതൽ മഴയും ലഭിക്കും. രാജ്യത്താകെ 106% മഴ ലഭിച്ചേക്കുമെന്നാണ് ഇപ്പോൾ മുന്നറിയിപ്പുള്ളത്. തെക്കേ ഇന്ത്യയിൽ 92% മുതൽ 108% വരെയാണ് മഴ സാധ്യത. എന്നാൽ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ നോക്കുകയാണെങ്കിൽ മഴ കുറയുമെന്നാണ് വിലയിരുത്തുന്നത്. 94% താഴെയായിരിക്കും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ മഴയുടെ തോത്. 2023-ൽ മൺസൂൺ ജൂൺ 4 കൂടിയാണ് എത്തിയത്. അന്ന് ജൂൺ മുതൽ സെപ്റ്റംബർ വരെ രാജ്യത്തുടനീളം ലഭിച്ചത് 94% മഴയായിരുന്നു. ആ കണക്കാണിപ്പോൾ 106% എന്നതിലേക്ക് ഉയരുന്നത്. മൺസൂൺ സീസൺ രാജ്യത്താകെ ലഭിക്കുന്ന മഴയുടെ കണക്കാണിത്. ഇനി ജൂണിൽ മാത്രം ലഭിക്കുന്ന മഴയുടെ കണക്കെടുത്താൽ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് വേനൽ മഴയാണ്. ഇത് ശക്തിയായ വേനൽ മഴ തുടർന്നുകൊണ്ടിരിക്കുന്നതിന് പിന്നാലെയാണ് മൺസൂണും ശക്തിയോടെ എത്തുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ തീർച്ചയായും ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. വെള്ളക്കെട്ട്, ഗതാഗത തടസ്സങ്ങൾ, പൊതുജനാരോഗ്യ പ്രശ്നങ്ങൾ, കാർഷിക മേഖലയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ തുടങ്ങി നിരവധി ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുള്ളതുകൊണ്ട് തന്നെ ജാഗ്രതയോടെ നമുക്കിരിക്കാം. ഓക്കെ, ഐഷത്തുൽ ഷംന പറയുന്ന റിപ്പോർട്ട് പ്രകാരം അങ്ങനെയാണെങ്കിൽ നല്ല മഴ വരാൻ പോവുകയാണ്. ജൂൺ മാസത്തിലൊക്കെ മഴ ഇനിയും തുടരും. എന്നാലും നമ്മളിപ്പോൾ 28-ാം തീയതിയായി. 2 ദിവസം കൂടെ കഴിഞ്ഞാൽ ജൂണിലേക്ക് കടക്കുകയാണ്. സുരേന്ദ്രൻ കളപ്പുരയ്ക്കൽ മാധ്യമപ്രവർത്തകർക്ക് അതിരൂക്ഷ വിമർശനമാണ്. പത്രപ്രവർത്തകർക്ക് പൊതുവേ സെൻസ് കുറവാണ്, തിരിച്ചറിവ് കുറവാണ്. സെൻസ് വേണം, സെൻസിബിലിറ്റി വേണം. ഓക്കെ, സുരേന്ദ്രൻ എന്താണെങ്കിലും വിമർശനം ഉൾക്കൊള്ളാം, പക്ഷേ എന്താണ് കാര്യം എന്നൂടി വ്യക്തമാക്കി കൊള്ളാമായിരുന്നു. തോമസ് മാത്യു സ്ഥിരമായി എല്ലാ ദിവസവും രാവിലെ വന്ന് ചീത്ത വിളിക്കുന്നുണ്ട്. എന്താണെന്ന് മനസ്സിലായില്ല. പക്ഷേ ഒരു കാര്യം, തോമസ് മാത്യു ഈ ടൈപ്പ് ചെയ്യുന്നത് ഒന്ന് ശ്രദ്ധിക്കുക. സെൻറ്റൻസുകൾ ഒന്ന് കൃത്യമായി ടൈപ്പ് ചെയ്താൽ വ്യക്തമായി മനസ്സിലാക്കാമായിരുന്നു. ഇനി ഞാൻ ആദ്യം പറഞ്ഞ പോലെ നവമിയിലേക്ക് വീണ്ടും പോവുകയാണ്. നടനും BJP നേതാവുമായിട്ടുള്ള സുരേഷ് ഗോപി പ്രതിയായിട്ടുള്ള വാഹന നികുതി വെട്ടിപ്പ് കേസിൻ്റെ വിചാരണ ഇന്ന് ആരംഭിക്കുകയാണ്. അപ്പോൾ നവമി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. നവമി, സുരേഷ് ഗോപിയുടെ ആവശ്യം അത് തള്ളിയിരുന്നു കോടതി. നിലവിൽ ഇത് ആരംഭിക്കുമ്പോൾ എന്താണ് സുരേഷ് ഗോപിയുടെ പ്രതികരണം, അല്ലെങ്കിൽ ഏത് ഘട്ടത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ആ കേസ്? എൽദോ, ഇന്നായിരിക്കും എറണാകുളം ACJM കോടതിയിൽ വിചാരണ നടപടികൾ ആരംഭിക്കുക. ആദ്യഘട്ടം എന്നോണം കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കും. അതിനുശേഷം സാക്ഷികൾക്ക് സമൻസ് അയച്ച് വിളിച്ചു വരുത്തിയ ശേഷം അവരിലേക്കും കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കുക എന്നുള്ളൊരു നടപടികളിലേക്കായിരിക്കും ആദ്യഘട്ടം എന്നോണം കടക്കുക. പിന്നീടായിരിക്കും സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ളവരെ വിളിച്ച് കൂടുതൽ നടപടികളിലേക്ക് കടക്കുകയുള്ളൂ. എന്തായാലും ഇന്നാണ് ഈ വിചാരണ നടപടികൾ ആരംഭിക്കുക. ഇതിനു മുൻപ് തന്നെ ഈ കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട്, ഈ ഹർജി തള്ളണമെന്നാവശ്യപ്പെട്ടുകൊണ്ട്, കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സുരേഷ് ഗോപി നൽകിയ ഹർജി കോടതി തള്ളിയിരുന്നു. സുരേഷ് ഗോപി ഈ കേസുമായി ബന്ധപ്പെട്ട് വിചാരണ നേരിട്ടേ മതിയാകൂ എന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. എന്തായാലും 2010-16 വർഷങ്ങളിലായിരുന്നു സുരേഷ് ഗോപി 2 ആഡംബര കാറുകൾ, അതായത് നികുതി വെട്ടിച്ച് ഏകദേശം 30 ലക്ഷത്തോളം സർക്കാരിന് ലഭിക്കേണ്ട നികുതിയാണ് അത് വെട്ടിച്ച് പുതുച്ചേരിയിൽ കാർ രജിസ്റ്റർ ചെയ്തു എന്നുള്ളൊരു കേസ് വരുന്നത്. അതും കള്ള അഡ്രസ് കാണിച്ച് പുതുച്ചേരിയിലെ ചാവടി കാർത്തിക അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്നുവെന്ന് വ്യാജവിലാസം കാണിച്ചുകൊണ്ടായിരുന്നു ഇത്തരത്തിൽ നികുതി വെട്ടിച്ച് കാർ രജിസ്റ്റർ ചെയ്തത്. പിന്നീട് ഇത് അങ്ങനെ ഒരു അപ്പാർട്ട്മെന്റ് സുരേഷ് ഗോപിക്ക് പുതുച്ചേരിയിൽ ഇല്ല എന്ന് കണ്ടെത്തുകയും നികുതി വെട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര വലിയൊരു തിരിമറി സുരേഷ് ഗോപി നടത്തിയതെന്ന് കണ്ടെത്തിയിരുന്നു. പിന്നീട് ഈ അന്വേഷണം ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കുകയും സുരേഷ് ഗോപിക്കെതിരായ ഒരു കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കുറ്റപത്രത്തിൽ കൃത്യമായി തന്നെ ഇതെല്ലാം പറയുന്നുമുണ്ട്. വ്യാജ മേൽവിലാസം ഉപയോഗിച്ചു, സംസ്ഥാനത്തിന് ലഭിക്കേണ്ട 30 ലക്ഷത്തോളം രൂപ നികുതി വെട്ടിച്ചാണ് ഇത്തരത്തിൽ 2 ആഡംബര കാറുകൾ സുരേഷ് ഗോപി പുതുച്ചേരിയിൽ രജിസ്റ്റർ ചെയ്തതെന്ന് കണ്ടെത്തുകയും ചെയ്തു. ഇതിനെ തുടർന്നാണ് സമഗ്രമായുള്ള ഒരു കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചത്. ഇതിനെതിരായി
ഈ കുറ്റപത്രം സമർപ്പിച്ച വേളയിൽ തന്നെ ഈ കേസ് പിൻവലിക്കണം, ഹർജി തള്ളണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സുരേഷ് ഗോപി കോടതിയെ സമീപിക്കുകയും പക്ഷേ സുരേഷ് ഗോപി വിചാരണ നേരിട്ടേ മതിയാകൂ എന്ന് കോടതി വ്യക്തമാക്കുകയും ചെയ്തു. എന്തായാലും ഇന്നായിരിക്കും എറണാകുളം ACJM കോടതിയിൽ ഈ വിചാരണ നടപടികൾ ആരംഭിക്കുക. ശരി നവമി, എന്താണെങ്കിലും നമുക്ക് കൂടുതൽ വാർത്തയിലേക്ക് കടക്കും മുമ്പ് ജോയൽ പറയുന്നു ഹെവി റെയിൻ ഇൻ കോട്ടയം, മീനച്ചിലാറ്റിൽ വെള്ളം കുത്തിയൊഴുകുകയാണ്, പാലാ സൈഡിലൊക്കെ ഹെവി റെയിനെ പറ്റി പറയുന്നു. ജോയിലെ റെയിനെ പറ്റി പറഞ്ഞു, മഴയെ പറ്റി തൊട്ടുമുമ്പ് പറഞ്ഞുള്ളൂ. നല്ല മഴയാണ്, എല്ലായിടത്തും മഴയുണ്ട്. ഇനി വരും ദിവസങ്ങളിൽ മഴ കൂടുതൽ ശക്തമാകുമെന്നുള്ളതാണ് കാലാവസ്ഥാ റിപ്പോർട്ട്. KSU ക്യാമ്പിലെ സംഘർഷത്തിൽ KPCC അന്വേഷണ സമിതിയുടെ വിശദമായ റിപ്പോർട്ട് ഇന്ന് കൈമാറാൻ പോവുകയാണ്. KSU സംസ്ഥാന നേതൃത്വത്തിനെതിരെ കടുത്ത നടപടി വേണമെന്നാണ് റിപ്പോർട്ടിലെ പരാമർശം. KPCC അധ്യക്ഷൻ തിരുവനന്തപുരത്ത് തിരികെ എത്തിയ ശേഷം മുതിർന്ന നേതാക്കളുമായി കൂടിയാലോചിച്ചാകും തുടർ നടപടികൾ സ്വീകരിക്കുക. അതേസമയം KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി അനന്തകൃഷ്ണനെതിരായ സസ്പെൻഷൻ നടപടി അത് ഏകപക്ഷീയമാണ് എന്ന വിമർശനവുമായി K. സുധാകരൻ വിഭാഗം രംഗത്തെത്തിയിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനും തമ്മിലുള്ള തർക്കം ഏറ്റുപിടിക്കുകയാണ് KSU നേതാക്കൾ. KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യറിനെതിരെ രൂക്ഷ വിമർശനവുമായി സസ്പെൻഷനിലായ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനന്തകൃഷ്ണൻ രംഗത്തെത്തിയിട്ടുണ്ട്. KPCC നേതൃത്വവുമായി കൂടിയാലോചനകൾ നടത്താതെയാണ് ക്യാമ്പ് നടത്തിയതെന്നും ഇതിനെ ചോദ്യം ചെയ്തതാണ് തനിക്കെതിരായിട്ടുള്ള പ്രകോപനത്തിന് കാരണമെന്നും അനന്തകൃഷ്ണൻ നമ്മുടെ പ്രതിനിധി ഡാൻ കുര്യനോട് പറയുന്നു. ആ റിപ്പോർട്ടിൽ കാണാം. നെയ്യാർ ഡാമിൽ നടന്ന KSUവിന്റെ സംസ്ഥാന ക്യാമ്പിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട 4 പേർക്കെതിരെയാണ് NSU KSUവുമായി ബന്ധപ്പെട്ട ദേശീയ നേതൃത്വം നടപടിയെടുത്തിരിക്കുന്നത്. അതിൽ KSUവിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനന്തകൃഷ്ണൻ ഉൾപ്പെടെ മറ്റ് 3 പേരെ കൂടിയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായി അന്ന് അവിടെ ഉണ്ടാകാൻ സംഘർഷത്തിലേക്ക് നയിച്ച കാരണങ്ങൾ സംബന്ധിച്ച പല അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ജെറിൻ, അല്ലമീൻ തുടങ്ങിയ നെടുമങ്ങാട് നിന്നുള്ള KSU ഭാരവാഹികൾ തമ്മിലുണ്ടായ തർക്കവും വാക്കേറ്റവും പിന്നീട് കയ്യേറ്റത്തിലേക്കും അത് കൂട്ടത്തല്ലിലേക്കും കടക്കുകയായിരുന്നുവെന്നാണ് അന്വേഷണ സമിതിയുടെ അടക്കം കണ്ടെത്തൽ. എന്തായാലും അലോഷ്യസ് സേവ്യർ KSU സംസ്ഥാന അധ്യക്ഷന്റെ ഭാഗത്തുനിന്ന് ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നും ഈ ക്യാമ്പ് നടത്തിപ്പുമായി ബന്ധപ്പെട്ട ഏകപക്ഷീയമായ നിലപാടാണ് സംസ്ഥാന അധ്യക്ഷൻ സ്വീകരിച്ചത് എന്നുമാണ് മറുവിഭാഗത്തിന്റെ ആക്ഷേപം. എന്തായാലും സസ്പെൻഡ് ചെയ്യപ്പെട്ട KSUവിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനന്തകൃഷ്ണൻ ന്യൂസ് 18നോടൊപ്പം ചേരുന്നു. എന്താണ് യഥാർത്ഥത്തിൽ ഈ നെയ്യാർ ഡാമിലെ ക്യാമ്പിലുണ്ടായത്? ഇവിടെ ഈ ക്യാമ്പ് കഴിഞ്ഞ ദിവസം 3 ദിവസമായി നെയ്യാർ ഡാമിൽ നടന്ന KSU സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ക്യാമ്പിൽ ചില വിഷയങ്ങൾ ഉണ്ടായതുമായി ബന്ധപ്പെട്ട് ഒരു വാർത്ത ഇവിടെ പുറത്തു വന്നിരുന്നു. അപ്പോൾ KSU ഇവിടെ എന്നെ പുറത്താക്കിയതായി ഇന്ന് കത്ത് വരുമ്പോഴാണ് ഞാൻ അറിയുന്നത് ഇതിനകത്ത് വാർത്ത ചോർത്തിക്കൊടുത്തു എന്നതാണ് എന്റെ പേരിൽ ഉന്നയിക്കുന്ന ആരോപണമെന്ന് പറയുന്നത്. നിങ്ങൾക്ക് എന്നെ പരിചയമുള്ള മാധ്യമപ്രവർത്തകരാണ്. പലരും എന്നെ വിളിച്ചപ്പോൾ ഞാൻ അവരോട് പറഞ്ഞത് അവിടെ അങ്ങനെ ഒരു സംഘർഷം നടന്നിട്ടില്ല, ഇത് അടിസ്ഥാനരഹിതമായ വാർത്തയാണെന്ന് കൃത്യമായി ഞാൻ ഇവിടെ എന്നെ വിളിച്ചിട്ടുള്ള മാധ്യമപ്രവർത്തകരോട് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അതിന്റെ കൃത്യമായ തെളിവുകളടക്കം ഞാൻ ബഹുമാനപ്പെട്ട KSU സംസ്ഥാന പ്രസിഡന്റിനും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ കമ്മീഷന് മുമ്പാകെ ഞാൻ ഇത് കാണിച്ചിട്ടുള്ളതാണ്. എനിക്കൊരു നോട്ടീസ് ഇതുമായി ബന്ധപ്പെട്ട് തന്നിട്ടില്ല. എന്റെ മറുപടി പറയുന്നതിന് വേണ്ടി ഔദ്യോഗികമായി റിട്ടേൺ ആയി എഴുതി കൊടുക്കുന്നതിന് വേണ്ടി എന്റെ ഒരു മറുപടി ചോദിച്ചുകൊണ്ട് സംസ്ഥാന കമ്മിറ്റി എനിക്ക് ഇതുവരെ ഒരു കത്തും നൽകിയിട്ടില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ബഹുമാനപ്പെട്ട കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ KPCCയുടെ പ്രസിഡന്റ് ബഹുമാനീയനായ K. സുധാകരൻ സാറിനൊപ്പം നിൽക്കുന്ന ഒരു KSU അനുയായിയാണ്, KSUവിൽ നിൽക്കുന്ന ഒരാളാണ്. സ്വാഭാവികമായും കഴിഞ്ഞ ഇടുക്കി രാമക്കൽമേടിൽ നടന്ന KSU ക്യാമ്പിൽ KSUവിനെ KPCC നേതൃത്വം സഹായിക്കുന്നില്ല എന്നുള്ള തരത്തിലാണ് ഒരു വ്യാജ വാർത്ത വന്നത്. അപ്പൊ അന്ന് ഞാൻ KSUവിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ വാട്സപ്പ് ഗ്രൂപ്പിലും സംസ്ഥാന കമ്മിറ്റിയിലും ആ വിഷയത്തിൽ പ്രതികരിച്ചതാണ്. അതുപോലെ KSU സംസ്ഥാന ക്യാമ്പ് നെയ്യാർ ഡാമിൽ നടന്ന ക്യാമ്പിൽ ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റ് പങ്കെടുത്തിരുന്നില്ല. പങ്കെടുക്കുന്നതിന് കാരണം KSU ഔദ്യോഗികമായി ക്ഷണിച്ചിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ ഞാൻ കൃത്യമായി അതിനകത്ത് പ്രതികരിച്ചതാണ്. അങ്ങനെയാണ് KPCC പ്രസിഡന്റിന്റെ വാക്കിന് KSU നേതൃത്വം വില കൊടുക്കുന്നില്ല എന്നാണോ പറഞ്ഞു വരുന്നത്? ഇവിടെ KSU സംസ്ഥാന പ്രസിഡന്റായി ശ്രീ അലോഷ്യസ് സേവ്യർ വന്നതിന് ശേഷം KPCC നേതൃത്വവുമായി തന്നെ ഒരു കൂടിയാലോചന നടക്കുന്നില്ല. അവിടെ അങ്ങനെ ഒരു സംഘർഷത്തിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ അലോഷ്യസ് സേവ്യർ നൃത്തം വെക്കുന്ന ചില ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നു. അത് ആ രാത്രിയിൽ ഉണ്ടായ സംഭവമാണോ അതോ അതിന് മുമ്പുണ്ടായിരുന്ന ഒരു കലാവിരുന്നിലെ ചിത്രങ്ങളാണോ ഇങ്ങനെ പ്രചരിക്കപ്പെട്ടത്? ക്യാമ്പ് തുടങ്ങിയ ദിവസത്തെ, അതായത് 24-ാം തീയതിയിലെ
ക്യാമ്പ് തുടങ്ങിയ ദിവസം നടന്ന ഒരു നൃത്തമാണ്. ആ നൃത്തം എന്ന് പറയുന്നത് KSUക്കാര് എല്ലാവരും ആ നൃത്തത്തിൽ പങ്കെടുത്തു. ആ ഒരു നൃത്തം പറ്റിയൊന്നും ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അല്ല, അതിലെന്തെങ്കിലും അസ്വാഭാവികത ഉണ്ടോ? മറ്റെന്തെങ്കിലും അസ്വാഭാവികത ഉണ്ടോ? അവിടെ മദ്യം ഉപയോഗിച്ചിരുന്നു ചില നേതാക്കൾ എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ ഇതിലെന്തെങ്കിലും വസ്തുതയുണ്ടോ? അതിന്റെ വസ്തുതയെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. ഇവിടെ നീക്കങ്ങൾ വരും ദിവസങ്ങളിൽ സംഘടനാപരമായിട്ട് ഞാൻ ഇതിന് നമ്മുടെ ലീഡർഷിപ്പിന് എന്റെ നിരപരാധിത്വം എന്തെന്ന് ബോധ്യപ്പെടുത്തും. KPCCയുടെ അന്വേഷണ സമിതിയോട് പൂർണ്ണമായി നമുക്ക് വിശ്വാസമാണ്. KPCC കൃത്യമായി സമഗ്രമായ ഒരു അന്വേഷണം നടത്തും. ഇതിലൊരു വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കുകയാണ്. ഈ പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനും തമ്മിൽ ചില അസ്വാരസ്യങ്ങൾ നിലനിന്നിരുന്നു. അതിന്റെ തുടർച്ച KSU ക്യാമ്പിലും ഉണ്ടായിട്ടുണ്ട് എന്നതിൽ വസ്തുതയുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം, പിന്നീട് പ്രതികരിക്കാം. ഇപ്പോൾ ഞാൻ ഈ അച്ചടക്ക നടപടിയുമായി ബന്ധപ്പെട്ട് ഞാൻ എന്റെ ഭാഗത്ത് ഉണ്ട നിരപരാധിത്വം എന്തെന്ന് മാത്രമേ ഞാനിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, എന്തായാലും വരികൾക്കിടയിൽ വായിക്കുമ്പോൾ സ്വാഭാവികമായി മുതിർന്ന നേതാക്കൾ ഏറ്റുപിടിക്കുകയാണ്. KSU സംസ്ഥാന ക്യാമ്പിലുണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ മുതിർന്ന നേതാക്കൾ ഏറ്റുപിടിക്കുകയാണ്. അതിന്റെ പ്രതിഫലനമാണ് ഒരു വിഭാഗത്തിനെതിരെ മാത്രം എടുത്തിരിക്കുന്ന ഈ നടപടി എന്ന തരത്തിലാണ് K. സുധാകരന് ഒപ്പം നിൽക്കുന്ന അനന്തകൃഷ്ണൻ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ വിശദീകരണം. സ്വാഭാവികമായി മുതിർന്ന നേതാക്കൾ ഇതിൽ കൃത്യമായ വിശദീകരണവുമായി രംഗത്തെത്തേണ്ടത് അനിവാര്യതയായി മാറും. എന്തായാലും KSU ക്യാമ്പിൽ ഉണ്ടായ സംഘർഷം സംസ്ഥാന കോൺഗ്രസിലെ ഗ്രൂപ്പുകൾക്കിടയിൽ നിന്നിരുന്ന അസ്വാരസ്യങ്ങൾ മറനീക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തുന്ന സാഹചര്യമാണ് നിലവിൽ. ക്യാമറമാൻ ബിബിൻ മുരളിക്കൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. ഡാൻ കുര്യനാണ് അനന്തകൃഷ്ണനുമായി സംസാരിച്ചത്. എന്നാലും വിഷയം അതിങ്ങനെ കോൺഗ്രസ് നേതൃത്വത്തെയും അലോസരപ്പെടുത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്താണെങ്കിലും ഒരു പ്രത്യേക അറിയിപ്പ് വന്നിട്ടുള്ളത് അരുവിക്കര ഡാമിന്റെ 4 ഷട്ടറുകൾ, തിരുവനന്തപുരത്ത് അരുവിക്കര ഡാമിന്റെ 4 ഷട്ടറുകൾ നിലവിൽ 10 സെന്റിമീറ്റർ വീതം ഉയർത്തിയിട്ടുണ്ട്. മഴ തുടരുന്ന സാഹചര്യത്തിൽ ഇനിയും 5 ഷട്ടറുകൾ 10 സെന്റിമീറ്റർ വീതം രാവിലെ 8 മണിക്ക് ഉയർത്തുമെന്നുള്ളതാണ്. സമീപവാസികൾ ജാഗ്രത പുലർത്തണം എന്ന് ജില്ലാ കളക്ടറുടെ അറിയിപ്പാണ്. മുതലപ്പുഴയിൽ വീണ്ടും അപകടമുണ്ടായിട്ടുണ്ട്. പുലിമുട്ടിലേക്ക് വള്ളം ഇടിച്ചു കയറി ഒരാൾ കടലിൽ വീണിരിക്കുന്നു. ഇയാളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടക്കുന്നു. വി അരുണാണ് വാർത്തയുടെ വിവരങ്ങൾ പങ്കുവെക്കാൻ ഉണ്ടാവുക. എന്നാലും അല്പസമയത്ത് നമുക്ക് ആ വാർത്തയിലേക്ക് പോകാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കൊൽക്കത്തയിലെത്തും. കൊൽക്കത്തയിൽ ആദ്യ റോഡ് ഷോയിൽ മോദി പങ്കെടുക്കുകയാണ്. 2 ദിവസത്തേക്കാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം. 2 ദിവസത്തേക്ക് പ്രധാനമന്ത്രി ബംഗാളിൽ സന്ദർശനം നടത്തുമ്പോൾ ബരാസത്ത് മണ്ഡലത്തിലെ അശോക് നഗറിൽ പൊതുയോഗത്തിലും മോദി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യും. ജാദവ്പൂർ മണ്ഡലത്തിലെ ബരൈപ്പൂരിലെ തെരഞ്ഞെടുപ്പ് റാലിയിലും മോദി പങ്കെടുക്കുന്നുണ്ട്. ജൂൺ 1-നാണ് അവസാനഘട്ട വോട്ടെടുപ്പ്. പന്തിരാങ്കാവ് സ്ത്രീധന പീഡന കേസിൽ മുഖ്യപ്രതി രാഹുലിൻ്റെ അമ്മയുടെയും സഹോദരിയുടെയും ജാമ്യാപേക്ഷയിൽ വിധി ഇന്നാണ്. കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതിയാണ് ഹർജി പരിഗണിക്കുന്നത്. കേസിൽ പോലീസ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. രാഹുലിന്റെ അമ്മ ഉഷകുമാരി, സഹോദരി കാർത്തിക എന്നിവർക്കെതിരെ സ്ത്രീധന പീഡന കുറ്റം ചുമത്തിയെന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെയാണ് മുൻകൂർ ജാമ്യം തേടിക്കൊണ്ടുള്ള ഈ നീക്കം. MS അനീഷ് കുമാർ വിവരങ്ങളുമായി ചേരുന്നു. അനീഷ്, രാഹുലിനെ നാട്ടിലെത്തിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അപ്പോഴും ആ കേസ് നിലനിൽക്കുന്നു. അമ്മയുടെയും സഹോദരിയുടെയും ജാമ്യാപേക്ഷയിൽ ഇന്ന് വിധി പറയാൻ പോവുകയാണ്. എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? ഈ ഗാർഹിക പീഡന കേസുമായി ബന്ധപ്പെട്ട ഒരു നിർണായക ദിവസമെന്ന് തന്നെ ഇതിനെ വിശേഷിപ്പിക്കാം ഇന്നത്തെ വിധിയെ. കാരണം മുൻകൂർ ജാമ്യ ഹർജിയിൽ കോടതി തീരുമാനം പറയുന്നു. ഇന്നലെ പോലീസ് റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിരുന്നു. ഈ ഗാർഹിക പീഡനത്തിന് ഇരയായ യുവതിയെ ക്രൂരമായ മാനസിക പീഡനം, പ്രത്യേകിച്ചും സ്ത്രീധനം ആവശ്യപ്പെട്ടുള്ള പീഡനത്തിന് അമ്മയും സഹോദരിയും ഇരയാക്കി എന്നാണ് പോലീസ് പറയുന്നത്. ഒപ്പം രാഹുലിനെ വിദേശത്തേക്ക് കടക്കുന്നതിന് സഹായിക്കുകയും പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള നീക്കങ്ങളും ഈ പ്രതികളുടെ ഭാഗത്തുനിന്നും ഉണ്ടായി എന്നും പറയുന്നു. എന്നാൽ ഇത്തരത്തിലൊരു നടപടിയും തങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. പെൺകുട്ടി ആദ്യം പന്തിരാങ്കാവ് പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയിൽ ഇത്തരത്തിൽ സ്ത്രീധന പീഡനവുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും ഉന്നയിച്ചിരുന്നില്ല. ഒപ്പം തങ്ങളെക്കുറിച്ചുള്ള ഒരു പരാമർശം പോലും ആ പരാതിയിൽ ഉണ്ടായിരുന്നില്ല എന്ന് അവർ വ്യക്തമാക്കുന്നു. പിന്നീട് വിവിധ മാധ്യമങ്ങളോടൊക്കെ സംസാരിച്ചപ്പോഴും കുടുംബത്തിന്റെ ഇടപെടലിനെ കുറിച്ചുള്ള പരാമർശങ്ങൾ ഈ യുവതിയുടെ പിതാവിന്റെ ഭാഗത്തുനിന്ന് ഒന്നും ഉണ്ടായില്ല. എന്നാൽ
പിന്നീട് രാഹുലിനെതിരെ ഗൗരവമുള്ള കുറ്റങ്ങൾ ചുമത്തിയ ശേഷം രാഹുൽ വിദേശത്തേക്ക് പോയപ്പോൾ അതിന്റെ ജാള്യത മറയ്ക്കാനാണ് കുടുംബത്തെ ഇക്കാര്യത്തിൽ പ്രതി ചേർക്കുന്നത് എന്ന ആക്ഷേപമാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആരോപണമാണ് ഈ അമ്മയും സഹോദരിയും ഹർജിയിൽ ഉന്നയിച്ചിരിക്കുന്നത്. ഒപ്പം ഇവർ തങ്ങൾക്കെതിരെ ഈ അന്വേഷണത്തിന്റെ പേരിൽ പോലീസ് പീഡനം നടത്തുന്നെന്ന് ആരോപിച്ച് വനിതാ കമ്മീഷൻ അടക്കം പരാതി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തങ്ങൾ ആശുപത്രിയിൽ കിടന്നപ്പോൾ തങ്ങളുടെ വീടിന്റെ താക്കോലുകൾ പോലും കരസ്ഥമാക്കി കാർ അടക്കം വെച്ച് നിന്ന് കൊണ്ടുപോയി എന്നും ഈ അമ്മയും സഹോദരിയും പറയുന്നു. എന്തായാലും ഈ കാര്യങ്ങളിലൊക്കെ വളരെ വിശദമായ വാദമാണ് കോടതിയിൽ നടന്നത്. എന്തായാലും ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഒരു വിധിയാവും ഇന്നുണ്ടാവുക. ഈ വിധി അനുകൂലമായി മാറിയാൽ പോലീസ് ഈ പ്രതികളെ കസ്റ്റഡിയിൽ എടുക്കുന്നതിനുള്ള നീക്കങ്ങളിലേക്ക് കടക്കും. ഇത് പിന്നീട് രാഹുലിന്റെ നാട്ടിലേക്ക് എത്താനുള്ള ഒരു സമ്മർദ്ദമായി മാറും എന്നും പോലീസ് കണക്കാക്കുന്നുണ്ട്. മറിച്ച് ഈ പ്രതികൂലമായാൽ കേസ് തന്നെ ഇല്ലാതാവുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങും. കാരണം നിലവിൽ ജർമ്മനിയിലുള്ള രാഹുലിനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങളൊന്നും വിജയം കണ്ടിട്ടില്ല. ബ്ലൂ കോർണർ നോട്ടീസിന്റെ മറുപടി ഇനിയും ലഭിച്ചിട്ടില്ല. റെഡ് കോർണർ നോട്ടീസിനെ കുറിച്ചുള്ള നടപടിക്രമങ്ങൾ ആലോചിക്കാൻ പോലീസിന് കഴിയുന്ന സാഹചര്യവും അല്ല. എന്തായാലും ഇത്തരം ഒരു സാഹചര്യത്തിലാണ് ഇന്ന് ഇവരെങ്കിലും കസ്റ്റഡിയിൽ എടുക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയാണുള്ളത്. ഒപ്പം ഈ ശരത്ലാൽ എന്ന സിവിൽ പോലീസ് ഓഫീസർ ഈ രാഹുലിനെ വിദേശത്തേക്ക് പോകുന്നതിനുള്ള സഹായം ചെയ്തുവെന്ന് കണ്ടെത്തി സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ഒപ്പം അദ്ദേഹത്തിനെതിരെ കേസെടുക്കുകയും ചെയ്തിരുന്നു. ഈ ശരത്ലാൽ നൽകിയ ജാമ്യ ഹർജിയിൽ 31-നും പോലീസ് റിപ്പോർട്ട് നൽകിയ ശേഷം വിശദമായ വാദം നടക്കും. അതിന്റെ അടുത്ത ദിവസം തന്നെ അക്കാര്യത്തിലും വിധി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. റൈറ്റ്. MS അനീഷ് കുമാർ കോഴിക്കോട് നിന്ന് ചേർന്നത്. എറണാകുളത്ത് നല്ല മഴയുണ്ട് എന്ന് വീണ്ടും പ്രേക്ഷകർ കമൻറ്റ് ചെയ്യുന്നുണ്ട്. പേര് വായിക്കാൻ പറ്റുന്നില്ല. BMOASNS എന്താണെന്ന് എനിക്ക് വ്യക്തമായില്ല. സതീശൻ KM ഹായ് പറയുന്നു. ഹായ് സതീശൻ, എവിടെയാണ് സ്ഥലം? അവിടെ മഴയുണ്ടോ? എന്താണെങ്കിലും പലയിടത്തും മഴ വാർത്തകൾ, മഴയുടെ ദുരിതങ്ങളൊക്കെ വീണ്ടും വീണ്ടും കയറി വരുന്നു തോന്നുന്നു. ഇന്നലെ ഒരു തെളിച്ചമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ വീണ്ടും ഇന്നും മഴയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നാണ് തോന്നുന്നത്. രാവിലത്തെ ഒരു സാഹചര്യവും പ്രേക്ഷകരുടെ ഈ വിവരങ്ങൾ പങ്കുവയ്ക്കലൊക്കെ കാണുമ്പോൾ. മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ, പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥിൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് കേസിലെ പ്രതികളുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കുകയാണ്. ജസ്റ്റിസ് CS ഡയസ് ആണ് 13 പ്രതികളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. CBI കേസ് ഡയറി ഹൈക്കോടതിയിൽ ഇന്ന് ഹാജരാക്കിയേക്കും. കേസിൽ അന്തിമ റിപ്പോർട്ട് നൽകിയ സാഹചര്യത്തിൽ കസ്റ്റഡി തുടർന്ന് ആവശ്യമില്ലെന്നും സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയില്ല എന്നും അതിനാൽ ജാമ്യം അനുവദിക്കണമെന്നുമാണ് ഹർജിക്കാരുടെ വാദം. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഈ ആലുവ പെരിയാറിൽ മത്സ്യങ്ങളിങ്ങനെ കൂട്ടത്തോടെ ചത്തുപൊങ്ങിയ സംഭവം, അതിൽ പ്രതിഷേധം ശക്തമാക്കാൻ ഉള്ള തീരുമാനത്തിലാണ് കർഷകർ. മന്ത്രി P രാജീവിൻ്റെ വീട്ടിലേക്ക് ഇന്ന് രാവിലെ 10 മണിക്ക് കർഷകർ മാർച്ച് നടത്താൻ പോവുകയാണ്. കർഷകർക്ക് ഉടൻ നഷ്ടപരിഹാരം നൽകുക, കാരണക്കാരായവർക്കെതിരെ നടപടി സ്വീകരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് മാർച്ച്. അതിനിടെ മരടിലെ മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയ സംഭവത്തിൽ മരട് നഗരസഭയുടെ അധ്യക്ഷതയിൽ ഇന്ന് വിവിധ വകുപ്പുകളുടെ യോഗം ചേരാൻ പോകുന്നുണ്ട്. കുഫോസ്, സീമഫാറൈ, മത്സ്യത്തൊഴിലാളികളുടെ പ്രതിനിധികൾ ഒക്കെ ഈ യോഗത്തിൽ പങ്കെടുക്കും. ചികിത്സ വൈകിയതിനെ തുടർന്ന് അട്ടപ്പാടിയിൽ വീണ്ടും മരണം സംഭവിച്ചു. ആംബുലൻസ് എത്താൻ വൈകിയതിനെ തുടർന്നാണ് ആദിവാസി യുവാവ് മരിച്ചത്. അട്ടപ്പാടി സ്വദേശി ചെല്ലനെ കൊണ്ടുപോകാൻ ICU ആംബുലൻസ് എത്തിയത് 4 മണിക്കൂർ വൈകിയാണ്. ഒരാഴ്ചക്കിടെ ഇത് 2ാമത്തെ മരണമാണ് അട്ടപ്പാടിയിൽ നടന്നത്. അതുകൊണ്ടെന്ന് പറഞ്ഞാൽ ആൾ ആട് മേയ്ക്കാൻ പോയിട്ട് വരാണ്ടായപ്പോൾ ഞങ്ങൾ തെരഞ്ഞു പോയി നോക്കുമ്പോഴേക്കും അപ്പോൾ എടുത്ത് റോഡിലേക്ക് കൊണ്ടുപോയി വെച്ചിട്ട് പിന്നെ അവിടുന്ന് ഇവിടുത്തെ ആൾക്കാരിലെ കൂടി ചുമന്ന് പഴിയിൽ കൊണ്ടുപോയി. എത്ര ദൂരം ചുമന്ന് കൊണ്ടുപോയിട്ടുണ്ടാവും? ഒരു കിലോമീറ്റർ ഉണ്ടാവും. 1 കിലോമീറ്ററോളം ചുമന്ന് കൊണ്ടുപോയിട്ടാണ് ആംബുലൻസ് നിങ്ങൾ കൊണ്ടുപോയ സമയത്ത് കൃത്യമായി കിട്ടിയിരുന്നു? ഇവിടുന്ന് കോട്ടത്തറയ്ക്ക് കിട്ടി. പക്ഷേ കോട്ടത്തറന്ന് അങ്ങോട്ടാണ് വൈകിയത്. കോട്ടത്തറയിൽ നിന്ന് എന്ത് കാരണം കൊണ്ടാണ് ഇവർ ആംബുലൻസ് വിട്ടുതരാൻ വൈകിയെന്ന് വല്ലതും പറഞ്ഞോ? അത് ICU ഇല്ലാത്ത ആംബുലൻസ് ഇല്ല, അത് കൊണ്ട് വർക്ക്ഷോപ്പിലിട്ടിരിക്കുകയാണ്. ICU സംവിധാനമുള്ള ആംബുലൻസ് രണ്ടും വർക്ക്ഷോപ്പിൽ കൊണ്ടിട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു. എന്നിട്ടാണ് അവിടുത്തെ ഒറ്റപ്പാലത്ത് നിന്ന് ആംബുലൻസ് വന്നിട്ടാണ് ഞങ്ങൾ തൃശ്ശൂരിലേക്ക് കൊണ്ടുപോയത്. ആംബുലൻസ് വന്നു, അവിടെ നിന്നിട്ടും ആംബുലൻസ് ഇവിടെ ഊരിലേക്കൊന്നും വരാൻ പറ്റില്ല, പളിയൂർ വരെ വരാൻ പറ്റുള്ളൂ. ഇതുവരെയായിട്ട് ഞങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ ഇത്രയും ഇതിന് മുമ്പും ഇത് കൊണ്ടുപോയിട്ടുണ്ട് ഒരാൾ കൂടി, എന്നിട്ടും പറ്റാത്ത ഒരവസ്ഥയാണ് ഇവിടെ നടക്കുന്നത്. ആ വീട്ടിൽ നിന്നുള്ള അലമുറ കേൾക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഭീകരത മനസ്സിലാവുന്നുണ്ട്. എന്താണെങ്കിലും
വലിയ കഷ്ടമാണ്. ഇത് രണ്ടാം തവണയാണ് ഈ അടുത്തിടെ തന്നെ ഇത്തരത്തിൽ മരണം സംഭവിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനി മെമ്മറി കാർഡ് അന്വേഷണ റിപ്പോർട്ട് റദ്ദാക്കണമെന്ന അതിജീവിതയുടെ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുന്നുണ്ട്. ജസ്റ്റിസ് എ ബദറുദ്ദീൻ അധ്യക്ഷനായിട്ടുള്ള സിംഗിൾ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. അന്വേഷണ റിപ്പോർട്ട് റദ്ദാക്കണമെന്ന ആവശ്യം ഉപഹർജി വഴി പരിഗണിക്കാൻ കഴിയുമോ എന്നാണ് സിംഗിൾ ബെഞ്ച് പരിശോധിക്കുന്നത്. പുതിയ പരിഗണനാ വിഷയം അനുസരിച്ച് പുതിയ ബെഞ്ചിൽ ലിസ്റ്റ് ചെയ്യാനായിരുന്നു ജസ്റ്റിസ് കെ ബാബു അധ്യക്ഷനായിട്ടുള്ള സിംഗിൾ ബെഞ്ചിൻ്റെ നിർദ്ദേശം. ഇതനുസരിച്ചാണ് സ്ത്രീകൾക്കെതിരായ അതിക്രമ കേസുകൾ പരിഗണിക്കാൻ അധികാരമുള്ള സിംഗിൾ ബെഞ്ച് ഈ ഹർജി പരിഗണിക്കുന്നത്. മെമ്മറി കാർഡ് കേസിലെ മാർഗനിർദ്ദേശങ്ങൾ സർക്കുലറായി പുറപ്പെടുവിക്കണമെന്ന സംസ്ഥാന സർക്കാരിൻ്റെ ആവശ്യം അംഗീകരിച്ച കോടതി ഹർജിയിൽ ഇന്നലെ തീർപ്പ് കൽപ്പിച്ചിരുന്നു. ഹർജിയിൽ ഇന്ന് കൊച്ചിയിൽ ആക്രമിക്കപ്പെട്ട കേസിലെ അതിജീവിതയ്ക്ക് വേണ്ടി സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ ഗൗരവ് അഗർവാളാണ് ഹാജരാകാൻ പോകുന്നത്. ഞാൻ ആദ്യം സൂചിപ്പിച്ചു, മുതലപ്പുഴയിൽ രാവിലെ ഒരു അപകടത്തിൻ്റെ സാഹചര്യം. പുലിമുട്ടിലേക്ക് വള്ളം ഇടിച്ചു കയറി ഒരാൾ കടലിൽ വീണിട്ടുണ്ട്. ഇയാളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം തുടരുകയാണ്. ബി അരുൺ ചേരുന്നു വാർത്തയുടെ വിശദാംശങ്ങളുമായി. അരുൺ, മുതലപ്പുഴയിൽ തുടർച്ചയായി അപകടങ്ങൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പോൾ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഒരു അപകട വാർത്ത കൂടി. ഈ തെരച്ചിൽ ഇപ്പോഴും പുരോഗമിക്കുകയാണോ? ഇത് 2 അപകടങ്ങളാണ് ഇന്ന് മുതലപ്പുഴയിൽ നടന്നത്. ആദ്യ സംഭവം വള്ളം മറിഞ്ഞ് 3 പേരാണ് കടലിൽപ്പെട്ടത്. അതിൽ ഒരാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച 3 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഒരാൾ മരിച്ചു. അഞ്ചുതെങ്ങ് സ്വദേശി എബ്രഹാമാണ് മരിച്ചത്. ഇതിൽ 4 പേർ ഉണ്ടായിരുന്നു എന്ന സംശയമുണ്ട്. അങ്ങനെയെങ്കിൽ ഒരാൾ കൂടി കാണാനുണ്ട്. അത് ഇപ്പോൾ പരിശോധന നടക്കുകയാണ്. അദ്ദേഹത്തെ കണ്ടെത്താനുള്ള ശ്രമം പുരോഗമിക്കുകയാണ്. മറ്റൊരു സംഭവം ഉണ്ടായത് പുലിമുട്ടിലേക്ക് വള്ളം ഇടിച്ചു കയറിയ സംഭവമാണ്. അതിലും ഒരാളെ കണ്ടെത്താനുണ്ട്. അയാൾക്ക് വേണ്ടിയും തെരച്ചിൽ നടക്കുന്നു. 2 അപകടങ്ങളിലായി 2 പേരെയാണ് ഇനി മുതലപ്പുഴയിൽ വെള്ളത്തിലുണ്ട് എന്ന് സംശയിക്കുന്നത്. ഒരാളുണ്ട് എന്നുള്ള ഉറപ്പാണ്. മറ്റൊരാൾ കൂടി ഉണ്ട് എന്ന സംശയം മത്സ്യത്തൊഴിലാളികൾ അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ തെരച്ചിൽ നടക്കുകയാണ്. ഒരാൾ നേരത്തെ മരിക്കുകയും ചെയ്തു. അരുൺ, അപ്പോൾ ഒരു മരണം സംഭവിച്ചു, ഒരാൾ ഇപ്പോഴും ഈ വെള്ളത്തിലാണ് എന്നുള്ള സംശയം നിലനിൽക്കുകയും ചെയ്യുന്നു എന്നുള്ള അതിന് തെരച്ചിൽ നടക്കുന്നു. മത്സ്യത്തൊഴിലാളി തന്നെയാണോ ഈ രക്ഷപ്പെടുത്തൽ ശ്രമം നടത്തുന്നത്? 2 പേർ വെള്ളത്തിൽ ഉണ്ട് എന്ന സംശയമാണുള്ളത്. ഒരാളുണ്ട് എന്ന് ഉറപ്പാണ്. ഒരാൾ ഈ വള്ളം പുലിമുട്ടിലേക്ക് ഇടിച്ചു കയറിയ വെള്ളത്തിൽ നിന്ന് ഒരാൾ വെള്ളത്തിലേക്ക് വീണിട്ടുണ്ട്. അദ്ദേഹത്തെ ഇങ്ങോട്ട് തിരിച്ച് നടക്കുന്നു. ഒരാൾ കൂടി ഉണ്ട് എന്ന സംശയം മത്സ്യത്തൊഴിലാളികൾ പറയുന്നുണ്ട്. കാരണം ആദ്യം മറിഞ്ഞ വെള്ളത്തിൽ 4 പേർ ഉണ്ടായിരുന്നു എന്നാണ് അവർ പറയുന്നത്. 3 പേർ എന്ന രീതിയിലായിരുന്നു ആദ്യ രക്ഷാപ്രവർത്തനം. പക്ഷേ ഒരാൾ കൂടി ഉണ്ട് എന്ന സംശയം. ഈ മത്സ്യത്തൊഴിലാളികൾ, അപകടത്തിൽപ്പെട്ട ആളുകൾ ചികിത്സയിലാണ്. കൃത്യ വിവരങ്ങൾ ലഭ്യമാകുന്നേ ഉള്ളൂ പോലീസിനും മറ്റു ഉദ്യോഗസ്ഥർക്കും ഒക്കെ, രക്ഷാപ്രവർത്തകർക്കും ഒക്കെ. അതുകൊണ്ടാണ് സംശയം പറയുന്നത്. അങ്ങനെയെങ്കിൽ 2 പേർ ഇപ്പോഴും കടലിൽ പെട്ടിരിക്കുന്നു. ഒരാൾ ഉണ്ട് എന്ന് ഉറപ്പാണ്. അത് പുറമെയാണ് ഒരാൾ ആദ്യം വള്ളം മറിഞ്ഞ സംഭവത്തിൽ എബ്രഹാം, അഞ്ചുതെങ്ങ് സ്വദേശി എബ്രഹാം മരിച്ചത്. ഓക്കെ, എന്താണെങ്കിലും മുതലപ്പുഴയിൽ ഇന്ന് 2 അപകടം നടന്നു എന്നുള്ളതാണ്. 2 അപകടം. അതിലൊന്നിൽ വള്ളം മറിഞ്ഞ് കാണാതായിട്ടുള്ള അഞ്ചുതെങ്ങ് സ്വദേശി എബ്രഹാം എന്ന ആളാണ് മരിച്ചത്. പുലിമുട്ടിൽ വള്ളം ഇടിച്ചു കയറി കാണാതായിട്ടുള്ള 2ാമത്തെ സംഭവമാണ്. അതിൽ ഒരാൾക്ക് വേണ്ടി തെരച്ചിൽ നടത്തുന്നു. പക്ഷേ മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് അതിൽ 2 പേരുണ്ട് എന്നുള്ളതാണ്. എന്താണല്ലോ അതിൻ്റെ വിവരങ്ങൾ അറിഞ്ഞു വരുന്നതേയുള്ളൂ. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് വരും സമയങ്ങളിൽ പങ്കുവയ്ക്കാമെന്ന് തോന്നുന്നു. എന്നാലും വള്ളം മറിഞ്ഞ സംഭവത്തിൽ ഒരാളെ കാണാനില്ല എന്നുള്ളത് നമുക്ക് ആദ്യം സംശയിക്കാം. ഒരാളുണ്ട് എന്നുള്ള ഉറപ്പാണ്. എന്നാലും കൂടുതൽ ആൾക്കാരുണ്ടോ എന്നുള്ളത് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. മുതലപ്പുഴയിൽ ഈ അപകടത്തിൻ്റെ വാർത്തകൾ ഒരു സമയം നിരന്തരം വന്നുകൊണ്ട് നമുക്കറിയാം. അവിടെ ആ പുലിമുട്ട് നിർമ്മാണത്തിലെ അപാകതകൾ ചൂണ്ടിക്കാട്ടി മത്സ്യത്തൊഴിലാളികൾ വലിയ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നുണ്ടായിരുന്നു. എന്നാലും വീണ്ടും അപകട സാഹചര്യത്തിലേക്ക് എത്തുന്നു. 2 അപകടം ഇന്ന് നടന്നു എന്നുള്ളതാണ്. അതിൽ അഞ്ചുതെങ്ങ് സ്വദേശി എബ്രഹാമിന് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു. മറ്റുള്ളവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ആദ്യ അപകടത്തിൽ. 2ാമത്തെ അപകടത്തിൽ വള്ളം പുലിമുട്ടിലേക്ക് ഇടിച്ചു കയറി. അതിൽ ഒരാളെ കാണാനില്ല. ഒരാളാണോ എന്നുള്ളതാണ് സംശയം. എന്നാലും നമുക്ക് നോക്കാം. അടുത്ത മണിക്കൂറുകളിൽ, വരുന്ന സമയങ്ങളിൽ അതിന് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമല്ലോ. ഈ ബംഗാൾ ഉൾക്കടലിൽ രൂപം കണ്ട റിമാൽ ചുഴലിക്കാറ്റിൻ്റെ കാര്യം നമുക്കറിയാം. അത് കഴിഞ്ഞ ദിവസം കരതൊട്ടിരുന്നു. അത് വൻ നാശനഷ്ടം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് സുവി വിശ്വനാഥൻ പറയുന്നത്. സുവി ചേരുന്നുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്ന്. സുവി, ഈ റിമാൽ കരതൊട്ടു മണിക്കൂറുകളായി. അതിപ്പോഴും അതിൻ്റെ തീവ്രത കുറഞ്ഞിട്ടില്ലേ?
എൽദോ, കഴിഞ്ഞ ദിവസമാണ് റിമാൽ അതിശക്തമായി തന്നെ കരതൊട്ടത്. അത് ബംഗ്ലാദേശിനും ബംഗാളിനും ഇടയിലായിരുന്നു കരതൊട്ടത്. വലിയ നാശനഷ്ടങ്ങൾ ബംഗാളിൽ ഉണ്ടായി, കനത്ത നാശനഷ്ടങ്ങൾ. നിരവധി തീരദേശ ജില്ലകളിൽ വലിയ തോതിൽ വെള്ളക്കെട്ടുണ്ടായി, വീടുകളിലേക്ക് വെള്ളം കയറി, ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു, ആയിരക്കണക്കിന് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു. പ്രധാനമന്ത്രി ഉൾപ്പെടെ ഈ സന്ദർഭം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ റിമാൽ ചുഴലിക്കാറ്റ് ബംഗ്ലാദേശിലേക്ക് നീങ്ങുകയാണ്. ബംഗ്ലാദേശിൽ കനത്ത നാശനഷ്ടമാണ് ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. വീടുകൾ നമുക്ക് പറയുകയാണെങ്കിൽ 1,50,457 വീടുകൾക്കാണ് നാശനഷ്ടങ്ങൾ സംഭവിച്ചിരിക്കുന്നത്. അതിൽ 35,483 വീടുകൾ പൂർണ്ണമായും തകർന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം വലിയ ആഘാതമാണ് റിമാൽ ചുഴലിക്കാറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. രാജ്യത്തിന്റെ കിഴക്കൻ മേഖലയിലും ഒപ്പം തന്നെ അയൽ രാജ്യമായ ബംഗ്ലാദേശിലുമാണ് കനത്ത നാശം ഉണ്ടാക്കുന്നത്. 10ഓളം മരണങ്ങൾ തന്നെ ഇതിനോടകം സ്ഥിരീകരിച്ച സാഹചര്യമുണ്ട്. നിരവധി പേർക്ക് പരിക്ക് പറ്റിയ സാഹചര്യങ്ങളുണ്ട്. ഏതായാലും വലിയ നാശനഷ്ടം ഉണ്ടാക്കുന്നു. മൺസൂണിന് മുമ്പ് വരുന്ന അതിതീവ്രമായ ഒരു ചുഴലിക്കാറ്റാണിത്. ആദ്യഘട്ടത്തിൽ അതൊരു ന്യൂനമർദ്ദമായിട്ടാണ് രൂപപ്പെട്ടത്. അത് പിന്നീട് ശക്തിയാർജിക്കുകയായിരുന്നു. കേരളത്തിന്റെ തീരത്തുകൂടെ കടന്നുപോയ പശ്ചാത്തലത്തിൽ കനത്ത മഴ ലഭിച്ചിരുന്നു. വേനൽ മഴ കനത്ത രീതിയിൽ പെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒരു സമയത്ത്, അതായത് ഒരു സമയത്ത് തന്നെ അളവിൽ കൂടുതൽ രീതിയിൽ മഴ പെയ്യുന്ന സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് അത് ബംഗാളിലേക്കും ബംഗ്ലാദേശിലേക്കും നീങ്ങിയിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ കനത്ത നാശം വിതറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണുള്ളത്. ഏതായാലും ബംഗ്ലാദേശിൽ നിന്നുള്ള വിവരങ്ങൾ കണക്കിലാക്കുമ്പോൾ 914 മുനിസിപ്പാലിറ്റികളെയാണ് ഇത് ബാധിച്ചിരിക്കുന്നത്. അതായത് ബംഗ്ലാദേശിനെ തകർത്തെറിഞ്ഞുകൊണ്ട് തന്നെ റിമാൽ ചുഴലിക്കാറ്റ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നു എന്ന് വേണം നമുക്ക് പറയാൻ. ഏതായാലും കിഴക്കൻ ജില്ലകളിൽ, രാജ്യത്തിന്റെ കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഇപ്പോഴും ജാഗ്രതാ മുന്നറിയിപ്പ് തുടരുകയുമാണ്. എൽദോ. ശരി, സുവി വിശ്വനാഥനാണ് ചേർന്നത് ന്യൂസ് ഡെസ്കിൽ നിന്ന്. മരണവഴിയായി ഇടുക്കിയിലെ ഗ്യാപ്പ് റോഡ് ചെമ്മണ്ണാർ പാത. 3 മാസത്തിനിടെ ഈ പാതയിൽ പൊലിഞ്ഞത് 5 പേരുടെ ജീവനാണ്. 2 ഡസനിലേറെ വാഹനങ്ങളാണ് ഇവിടെ അപകടത്തിൽപ്പെട്ടത്. ശാസ്ത്രീയ പഠനം നടത്താതെയാണ് കുത്തനെയുള്ള ഇറക്കത്തോടുകൂടി റോഡ് നിർമ്മിച്ചത് എന്നാണ് ആരോപണം. ചെമ്മണ്ണാർ ഗ്യാപ്പ് റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച കാലം മുതൽ ഇവിടെ അപകടങ്ങളുടെ പരമ്പരയാണ് നടന്നത്. ഗ്യാപ്പ് റോഡ് മുതൽ കാക്കാക്കട വരെയുള്ള 7 കിലോമീറ്ററാണ് അപകട മേഖല. കഴിഞ്ഞ ദിവസം വീടിനുള്ളിലേക്ക് ട്രാവലർ ഇടിച്ചു കയറി കർണാടക സ്വദേശി മരിച്ചതുൾപ്പെടെ 5 ജീവൻ 3 മാസത്തിനിടെ പൊലിഞ്ഞു. വലിയ ഉയരത്തിലുള്ള മലമുകളിലേക്ക് റോഡ് നിർമ്മിച്ചപ്പോൾ യാതൊരു ശാസ്ത്രീയ പഠനവും നടത്തിയില്ല എന്നും ലഭിച്ച DPRന് അനുസൃതമായി നിർമ്മാണം പൂർത്തിയാക്കിയില്ലെന്നുമാണ് ആരോപണം. ഈ കുത്തനെയുള്ള ഇറക്കമായതും 8 കിലോമീറ്ററോളം ഒരേ ഇറക്കം തന്നെയാണ്. പിന്നെ കൂടുതലായിട്ട് ഈ ഡിസ്ക് ബ്രേക്കുള്ള വാഹനങ്ങൾ കൂടുതലായിട്ട് ഈ വഴിക്ക് വരുമ്പോൾ താഴെ എത്തുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് പഴുത്തിട്ട് ബ്രേക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ ഇപ്പം നിരവധി ആളുകൾ മരിക്കുകയും ഒരുപാട് വാഹനങ്ങൾ അപകടത്തിൽപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ചെങ്കുത്തായ പ്രദേശത്ത് അപകട സാധ്യത കുറയ്ക്കാൻ ചുരം മാതൃകയിൽ പാത ഒരുക്കേണ്ടതിന് പകരം പല ഭാഗവും നിർമ്മിച്ചിരിക്കുന്നത് കുത്തനെയാണ്. അപകടങ്ങൾക്ക് ഇടയാക്കുന്നത് കൊടും വളവുകളും കുത്തനെയുള്ള ഇറക്കവുമാണ്. അന്യ ജില്ലകളിൽ നിന്നുള്ള വാഹനങ്ങളും ഇരുചക്ര വാഹനങ്ങളുമാണ് അപകടത്തിൽപ്പെട്ടവയിൽ ഏറെയും. ഇപ്പം ഈ ശശിയുടെ വീട്ടിലേക്ക് ഇത് 4ാമത്തെ വണ്ടിയാണ് അപകടം ഉണ്ടാകുന്നത്. ആദ്യം ഇതിലെ ഒരു വണ്ടി പോയി, രണ്ടാമത് ആ പോസ്റ്റ് വളഞ്ഞിരിക്കുന്നത്, പിന്നെ ഇതിലെ ഒരു വണ്ടി പോയി. ഇതാണ്ട പെരയെല്ലാം ഇടിഞ്ഞു പോയേക്കുന്നത്. ഇതിലെ വാട്ടർ ടാങ്ക് എല്ലാവരുടെ പൊട്ടിപ്പോയി. അത് കഴിഞ്ഞിപ്പം ഇത് 4ാമത്തെയാണ്. നിത്യസംഭവം ഇവിടെ. ഇത് റോഡ് പുറത്തുനിന്ന് വരുന്നവർക്ക് പരിചയക്കുറവ്, ഒന്നാമത് കുത്തിറക്കമാണ്. അതിൻ്റെയൊക്കെയാണ് മെയിനായ കാരണങ്ങൾ. കഴിഞ്ഞ ദിവസം ട്രാവലർ ഇടിച്ചു കയറിയ പറയൻകുഴി ശശിയുടെ വീട്ടിലേക്ക് പിന്നെയും 4 വാഹനങ്ങൾ ഇടിച്ചു കയറി. അപകടങ്ങൾ പതിവായതോടെ ആശങ്കയിലാണ് ഈ വീട്ടുകാർ. കൃത്യമായ പഠനം നടത്താതെ റോഡ് നിർമ്മിച്ചതിലൂടെ അധികൃതർ അപകടങ്ങൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. ന്യൂസ് 18 ഇടുക്കി. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും ഈ മോർണിംഗ് വൈബ്സിൻ്റെ സമയം പൂർത്തിയാകാൻ പോവുകയായിരുന്നു. അപ്പോൾ CL ഡേവിസ് ചേലിക്കരയും JNB മേനോൻ, നമ്മുടെ പ്രഭാഷ് ഒക്കെ എത്തിയിട്ടുണ്ട്. പ്രഭാഷ് ഇന്നെന്താ വൈകിപ്പോയോ? മഴയതുകൊണ്ട് ഉറങ്ങി എണീക്കാൻ വൈകിയതാണോ? എന്താണെങ്കിലും നമുക്ക് വീണ്ടും നാളെ കാണാം. അപ്പോൾ മോർണിംഗ് വൈബ്സിലെ ഇന്നത്തെ സമയം പൂർത്തിയാവുകയാണ്. നമസ്കാരം.